പഠിപ്പിക്കുന്നു വയൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന ദിവസം. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം പിടിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശം എപ്പോൾ വരുമെന്ന് കാത്തു കഴിയുന്ന സൂറ്, വിശദാംശങ്ങളൊക്കെ പറയുമ്പോൾ പറയാം. സൂറിൽ ഊതപ്പെടുന്ന അന്ന് ആകാശത്തിലും ഭൂമിയിലും ഉള്ളവർ പേടിച്ച് ആ പേടി ഊക്കുകൂടി അവരങ്ങ് മൗത്താകും. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ. ഒന്നാമത്തെ ഊതലോടെ, ആ കാഹളം മുഴങ്ങലോടെ മരണപ്പെടാത്തവർ ഉണ്ട്. അവരതിന് ശേഷമാണ് പിന്നീട് മരണപ്പെടുന്നത്. ബാക്കി ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാവരും വളരെ ഭയപ്പാടോടെ ഇവിടെ നിന്ന് പിരിയും. മറ്റൊരു അധ്യായത്തിൽ ഇതിനെ സംബന്ധിച്ച് അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് ആകാശഭൂമിയിലുള്ളവർക്ക് ഒരബോധാവസ്ഥ, തീർന്നു പോകുന്ന തരത്തിലുള്ള അബോധാവസ്ഥ സംഭവിച്ചു പോകും. ഒരു അറ്റാക്ക് എന്നും സ്വയക്ക് എന്നതിന് അർത്ഥം ഉണ്ട്. മനുഷ്യന്മാർക്ക് ആർക്കും മരിച്ചു കൊണ്ടുപോകുന്ന ജനാസയുടെ ശബ്ദം കേൾപ്പിക്കാത്തതിനെ പറ്റി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാരണം പറഞ്ഞത് വലൗ സമിഅഹൽ ഇൻസാനു ലസ്വഇഖ, മനുഷ്യന്മാരത് കേട്ടിരുന്നെങ്കിൽ അവരപ്പോൾ തന്നെ കഴിയുന്നവരാണ്. പിന്നെ ആ ടീമിനെ കൊണ്ടുപോകുമ്പോ അടുത്ത ടീം അങ്ങനെ കേൾക്കും, പിന്നെ മറവ് ചെയ്യാൻ ആളെ കിട്ടൂല. നമ്മൾ ചുമന്നു കൊണ്ടുപോകുന്ന ജനാസ അത് ശബ്ദിക്കുന്ന ശബ്ദമെങ്ങാനും നമ്മൾ കേൾക്കുകയാണെങ്കിൽ നഊദു ബില്ലാഹ്, ആ ചുമന്നു കൊണ്ടുപോകുന്ന 6 ആളുകൾ അല്ലെങ്കിൽ 4 ആളുകൾ അല്ലെങ്കിൽ 10 ആളുകൾ അവിടെ വെച്ച് ബോധം കെട്ടവര് വീണു, അവർക്ക് അറ്റാക്ക് സംഭവിച്ചു. അടുത്തൊരു കൂട്ടം ആളുകൾ അത് ചുമന്നു കൊണ്ടുപോകുമ്പോ അവർക്കും അങ്ങനെ സംഭവിച്ചു. പിന്നെ ആര് ഈ ജനാസയെ മറവിയും? അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ കർണപുടങ്ങളെ ആ വിഷയം കേൾക്കുന്നതിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. ഭൂമി ചലിക്കുന്നതിന്റെ സൗണ്ട് ഞാനോ നിങ്ങളോ കേൾക്കുന്നുണ്ടോ? സൂര്യൻ ചലിക്കുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും ഗാലക്സികൾ സഞ്ചരിക്കുന്നതിന്റെ പ്രത്യേകതരം സൗണ്ട് നാം കേൾക്കുന്നുണ്ടോ? ഭൂമിക്കടിയിൽ സഞ്ചരിക്കുന്ന എത്ര വലിയ ജീവികളുണ്ട്. അതെല്ലാം നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല തൽക്കാലം നമുക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് കേൾക്കാൻ നമുക്ക് അവസരം തന്നിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ആയത്തിൽ ആകാശത്തിലും ഭൂമിയിലുള്ളവരും പേടിച്ച് വിറച്ച് അവർ വീണുപോകും. മരണപ്പെടാൻ വേണ്ടിയാണല്ലോ ഈ ഒന്നാമത്തെ ഊത്തൂതുന്നത്. വകുല്ലുൻ അതൗഹു ദാഖിലീൻ, എല്ലാ ആളുകളും അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അവർ വരുന്നത് ദാഖിലീൻ, വളരെ നിസ്സാരന്മാരായിട്ടാണ് അല്ലാഹുവിലേക്ക് വരുന്നത്. വലിയ ആളുകളായിട്ടോ വലുപ്പം പറയുന്നവരായിട്ടോ ആരും വരൂല. ഇവിടെ എത്ര വലുപ്പത്തരം പറഞ്ഞാലും വകുല്ലുൻ അതൗഹു ദാഖിലീൻ, വളരെ സാധുക്കളായി, വളരെ വിനയമുള്ളവരായി, ചെറുപ്പം കാണിക്കുന്നവരായിട്ട് അല്ലാഹുവിങ്കൽ അവർ വരും. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ, പർവ്വതങ്ങളെ നീ നോക്കിയാൽ നിനക്ക് തോന്നുന്നത് ഉറച്ചു നിൽക്കുന്നതാണെന്നാണ്. വഹിയ തമുറു മർറ സഹാബ്, ആ പർവ്വതങ്ങൾ മേഘം സഞ്ചരിക്കും പോലെ സഞ്ചരിക്കുന്നു. വഹിയ തമുറു മർറ സഹാബ്, മേഘത്തിന്റെ വേഗതയുണ്ട് പർവ്വതത്തിന്റെ സഞ്ചാരത്തിന്. ഇപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്നുണ്ടോ? അതല്ല ഖിയാമത്ത് നാളിൽ മാത്രം സഞ്ചരിക്കുന്നതാണോ? ഖുർആൻ പണ്ഡിതന്മാർ വിശകലനം നടത്തിയിട്ടുണ്ട്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് തെളിവുകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ചില തെളിവുകളൊക്കെ വർത്തമാനകാലത്തെ ശാസ്ത്രയുഗം അംഗീകരിച്ചിട്ടുണ്ട്.
വഹിയ തമുറു മർറ സഹാബ്. മേഘം സഞ്ചരിക്കും പോലെ പർവ്വതങ്ങൾ സഞ്ചരിക്കും. അഥവാ രണ്ടാമത്തെ ഊത്ത് നടക്കുന്ന സമയത്ത് ഭൂമിക്കും ആകാശത്തിനും പർവ്വതങ്ങൾക്കും ഒരു മാറ്റം ഇവിടെ വരും. എഴുന്നേറ്റ് വീഴുന്നവർ കാണുന്ന ഭൂമിയും കാണുന്ന ആകാശവും ഇതല്ല, മറ്റൊന്നാണ്. ഈ കാണുന്ന പർവ്വതങ്ങളല്ല അന്ന് കാണുന്നത്. അന്ന് പർവ്വതങ്ങൾ മുഴുവനും അതിന്റെ ആണിക്കല്ല് പറിച്ചെടുത്ത് ഒടിഞ്ഞ ഭാഗത്ത് കൊണ്ടുപോയി പരസ്പരം കൂട്ടിയിടിക്കുന്നതും അതിൽ നിന്ന് പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നതും പറക്കുന്നതും അവര് കാണും. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ അത് രണ്ടാം ഊത്തിന്റെ നേരമാണ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന ഭയവിഹ്വലമായ അവസ്ഥകളാണ്. ആ പേടി എല്ലാവർക്കും ഉണ്ടാകുമോ? ഖുർആൻ പണ്ഡിതർ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. വഹിയ തമുറു മർറ സഹാബ് സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ. ഇതൊക്കെ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. എല്ലാ ഓരോന്നിനെയും ഭദ്രമാക്കി വെച്ച റബ്ബിന്റെ പ്രവർത്തനങ്ങളാണിത്. ഇത് ചോദ്യം ചെയ്യേണ്ടതില്ല, ഇതിനെ എതിർക്കേണ്ടതില്ല, ഇതിനെ അംഗീകരിക്കാനേ മനുഷ്യന് കഴിയുകയുള്ളൂ. എല്ലാ വസ്തുക്കൾക്കും ഭദ്രത നൽകിയവൻ അവനാണ്. നമ്മുടെ ഓരോ ശരീരത്തിലുമുള്ള അവയവങ്ങൾക്ക് അല്ലാഹു ഭദ്രത വെച്ചില്ലേ? ഓരോ മനുഷ്യനെയും തിരിച്ചറിയുന്ന ചെറിയ ഒരു സീരിയൽ കോഡല്ലേ സഹോദരങ്ങളെ, തിരിച്ചറിയൽ അടയാളമല്ലേ അവനവന്റെ തള്ളവരിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ഈ തള്ളവരിൽ നോക്കിയിട്ട് നമുക്കെന്ത് മനസ്സിലാകാനാണ്? ഒരു ബാപ്പയുടെ 10 മക്കളും ബാപ്പയും ഉമ്മയും ഒരുമിച്ചൊന്ന് ഒപ്പ് ചെയ്താൽ ഒന്നിനോട് സാമ്യമുള്ള മറ്റൊന്നതിലില്ലല്ലോ. 1000 പേരൊപ്പിട്ടാൽ 1000 1000 10,000 പേരൊപ്പിട്ടാൽ 10,000 10,000 നമ്മൾ എന്താണ് ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകുന്നത്? ഓരോ വസ്തുക്കൾക്കും ഭദ്രത നൽകിയത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളാണ് ഈ സൂറ എന്ന് പറയുന്നത്. അതുകൊണ്ട് എതിർക്കണ്ട. നിന്റെ ശരീരത്തിൽ അല്ലാഹു തആല വെച്ച ഭദ്രമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നീ മനസ്സിലാക്കിയിട്ട് സൂറന്നത് ഉണ്ട്, അതിവിടെ സംഭവിക്കും. പർവ്വതങ്ങൾ പറക്കും, അതതിന്റെ ആണിക്കല്ലിൽ നിന്ന് എടുത്തുയർന്ന് മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കും. നിഷേധിക്കണ്ട, നിന്നിലേക്ക് നോക്കിക്കോ. ദൃഷ്ടാന്തങ്ങൾ തിരിച്ചറിയാ നിന്റെ ശരീരത്തിലേക്ക് നോക്കിക്കോ, നിന്റെ നാവിലേക്ക് നോക്കിക്കോ, നിന്റെ നാവിന്റെ അടിയിൽ നിന്ന് നിർഗളിക്കുന്ന ഉമിനീരിലേക്ക് നോക്കിക്കോ. യഥേഷ്ടം നീ ശബ്ദിക്കുന്നത് ആ ഉമിനീരെങ്ങനെ നിർഗളിക്കുന്നത് കൊണ്ടാണ്. നീ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ലെങ്കിലും ആരാ നിനക്ക് ഉമിനീര് തരുന്നത്? ആ ഉമിനീരെങ്ങാനും വറ്റിപ്പോയാൽ നിന്റെ ആശയവിനിമയത്തിന്റെ അവസ്ഥ എന്തുണ്ടാകും? ഉപകരണങ്ങൾ ഒരു പക്ഷേ അതിന് തടസ്സം വന്നു, എന്നാലും വിനിമയം നടക്കുന്നുണ്ടല്ലോ. അല്ലാഹു നൽകിയ ആശയവിനിമയത്തിന് ബ്ലോക്ക് ചെയ്യാൻ ഒരാൾക്കും പറ്റുന്ന സ്ഥിതി വിശേഷമില്ലല്ലോ. ഉപകരണങ്ങൾ ഒരു പക്ഷേ ബ്ലോക്ക് ചെയ്തേക്കാം, ഇന്റർനെറ്റ് ഒരു പക്ഷേ തടസ്സം നിന്നേക്കാം, എല്ലാ വിഷയങ്ങളും ഒരുപക്ഷെ മരവിപ്പിച്ചേക്കാം. റബ്ബ് തആല നൽകിയ കഴിവും യുക്തിയും ശക്തിയും നോക്കൂ, അതിനെത്രമാത്രം ഭദ്രതയുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ഭദ്രത നൽകിയ അല്ലാഹുവിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് നീ അങ്ങനെ ഉണ്ടാകുമോ എന്ന് സന്ദേഹിക്കേണ്ടതില്ല. ഇന്നഹു ഖബീറും ബിമാ തഫഅലൂൻ. നിങ്ങളുടെ ചെയ്തികളെ കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അല്ലാഹു തആല എല്ലാവിധ രഹസ്യങ്ങളും അറിയുന്നവനാണ്. അതുകൊണ്ട് പറയട്ടെ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ. ആരാണോ ഒരു വലിയ നന്മ കൊണ്ടുവരുന്നവൻ, ആരാണോ ഒരു വലിയ നന്മ കൊണ്ടുവരുന്നവൻ, ഫലഹു ഖൈറും മിൻഹാ, ആ നന്മയേക്കാൾ ഏറ്റവും മഹത്വമേറിയത് അവനുണ്ട്. അതേ, വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. ആ നന്മയുള്ളവർ പുനരുദ്ധാരണ ദിവസത്തിലെ ഭയവിഹ്വലതകളിൽ നിന്ന് ആമിനൂൻ, അവർ സുരക്ഷിതരാണ്. അതൊരു ടീമിന് മാത്രമാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ. ആ ആയത്തൊക്കെ എത്രയാണ് മഹാന്മാർ വിശദീകരിച്ചത്. ഒരു ചെറിയ ആയത്ത് നമ്മൾ നോക്കുമ്പോ
അവര് വിശദീകരിച്ച ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിഷയങ്ങൾ എത്രയാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടത്. ഒരായത്തിന്റെ കഷ്ണത്തിൽ നിന്ന്, ഒരായത്തിന്റെ തുണ്ടിൽ നിന്ന്, സ്വഹാബിമാരിൽ നിന്നും താബിഈകളിൽ നിന്നും കൈമാറി വന്ന വിശദീകരണങ്ങൾ എത്ര വലുതാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ. ദുനിയാവും ആഖിറവും മൊത്തം സമർത്ഥിക്കാൻ ഒരു ആയത്ത് മതി. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ. ഒരു നന്മ, ഒരു മഹത്തായ നന്മ ആരാണോ കൊണ്ടുവരുന്നത് അവൻ അതിനേക്കാൾ മെച്ചമുള്ളത്, ഉത്തമമായതുണ്ട്. വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. ആ നന്മയുള്ളവർ അന്നത്തെ ഭയാനകതയിൽ നിന്ന് സുരക്ഷിതരാണ്. അവര് പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ. തിന്മയെന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ തിന്മ അതാരാണോ കൊണ്ടുവരുന്നത്, ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ. അവരുടെ മുഖങ്ങളെ നരകത്തിൽ കുത്തിവീഴ്ത്തപ്പെട്ടു. ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ. അവരുടെ മുഖങ്ങളെ നരകത്തിൽ കുത്തിവീഴ്ത്തപ്പെട്ടു. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ നിങ്ങൾക്ക് പകരം ലഭിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ അധ്വാനിച്ചതിനല്ലാതെ, നിങ്ങൾ സമ്പാദിച്ചതിനല്ലാതെ നിങ്ങൾക്ക് ജസാ നൽകപ്പെടുന്നുണ്ടോ? ഇല്ല. ഓരോരുത്തരും സമ്പാദിച്ചതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജസാ നൽകുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി ഒരു 3 കാര്യങ്ങൾ നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മുടെ പരിധിയിലേക്ക്, നമ്മുടെ നന്മക്ക് വേണ്ടി അല്ലാഹു വെച്ചു തരുന്നു. ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദതി അല്ലദീ ഹറമഹാ. എന്നോട് കൽപ്പിക്കപ്പെട്ടത് ഈ പവിത്രധന്യമായ രാജ്യം. ഇന്നമാ ഉമിർതു, എന്നോട് കൽപ്പിക്കപ്പെട്ടത് അൻ അഅ്ബുദ, ആരാധിക്കാനാണ്. റബ്ബ ഹാദിഹിൽ ബൽദതി അല്ലദീ ഹറമഹാ, അല്ലാഹു പവിത്രമാക്കിയ ഈ നാടിലെ, ഈ നാടിന്റെ ഉടമസ്ഥനായ റബ്ബിനെ ആരാധിക്കാൻ. ഈ നാടിനെ ഹറമാക്കി നിശ്ചയിച്ചത് അവനാണ്. വലഹു കുല്ലു ശൈഇ, എല്ലാറ്റിന്റെയും അധികാരം അവനാണ്. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിൽ പെട്ടവനാകാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ പെട്ടവരാകണം, മുസ്ലിങ്ങളിൽ പെട്ടവരാകണം. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മുസ്ലിങ്ങളിൽ പെട്ടവരാകാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൽപ്പന ആദ്യം പറയുന്നത്, ആദ്യം ഈ കൽപ്പന ബന്ധിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പന ഞാനൊരു മുസ്ലിമാകണമെന്നാണ്. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. മൂന്നാമത്തെ കൽപ്പന വഅൻ അത്ലുവൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഓതാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അതിലേക്ക് വരാം, വേഗം വരാം. ഫമൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി. ഈ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് ആരാണോ സന്മാർഗം സ്വീകരിക്കുന്നത്, ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, അവൻ നേർവഴി സിദ്ധിക്കുന്നത് അവനവന് വേണ്ടി തന്നെയാണ്. വമൻ ളല്ല, ഇതൊക്കെ ഉണർത്തിയിട്ടും ഈ വഴിയിൽ നിന്ന് ആരാണോ വ്യതിചലിക്കുന്നത്, മാറിപ്പോകുന്നത് ആരാണോ, ഈ സന്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടും സ്വീകരിക്കാതെ പോകുന്നവൻ ആരാണോ, നബിയെ തങ്ങൾ അവന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഫഖുൽ, തങ്ങൾ അവനോട് പറയണം, നിന്റെ പണി നോക്കാൻ എനിക്ക് അധികാരമില്ല. ഇന്നമാ അന മിനൽ മുൻദിരീൻ, ഞാൻ മുന്നറിയിപ്പ് നൽകുന്നവരിൽ പെട്ടവനാണ്. പറഞ്ഞ് നിന്നിലേക്ക് വിഷയം ബോധിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. നീ നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ, അത് വാച്ച് ചെയ്യുന്നവൻ അല്ലാഹുവാണ്. നിന്നോട് പറയാനും നിന്നോട് ഉണർത്തിത്തരാനുമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വഖുലിൽ ഹംദുലില്ലാഹ്, തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചു കഴിയുമ്പോ തങ്ങൾ പറയണം, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ സയുരീകും ആയാതിഹി,
അള്ളാഹു അവന്റെ അടയാളങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരും. ആ അടയാളങ്ങളെ നിങ്ങൾ ശരിക്കും അറിയുക തന്നെ ചെയ്യും. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ചെയ്തികളിൽ നിന്ന് അശ്രദ്ധനല്ല, അവൻ തിരിയാത്തവനല്ല, അവൻ ഓർമ്മക്കേടുള്ളവനല്ല. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ പറ്റി ശരിക്കും ബോധ്യമുള്ളവനാണ്. സൂറിൽ ഊതപ്പെടുന്ന ദിവസം, സൂർ എന്ന് പറഞ്ഞാൽ വലിയൊരു കാഹളമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ സൂർ എന്നാൽ എന്താണ്? അൽ ഖർമു, അതൊരു കാഹളമാണ്. അപ്പൊ ചോദിച്ചു, കൈഫ ഹുവ, അതെങ്ങനെയാണ്? അദീമുൻ, വളരെ വലുതാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്ന ഇളമ ദാറത്തിൻ ഫീഹി കഅർദി സമാഇ വൽ അർളി. ആ സൂറെന്ന കാഹളത്തിലുള്ള ഒരു വൃത്തത്തിന്റെ വിശാലത ആകാശഭൂമിയുടെ വിശാലത പോലെയാണ്. സഹോദരങ്ങളെ, അതിൽ കുറെ വൃത്തങ്ങളുണ്ട്. ആ വൃത്തങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്കുള്ള അനൗൺസ്മെന്റ് പോകാൻ വേണ്ടി ഘടിപ്പിക്കപ്പെട്ടതാണ്. ആ ഒരു വൃത്തത്തിന്റെ വിശാലതയാ പറയുന്നത്. ആകാശഭൂമികളുടെ വിശാലത പോലെയാണ്. അതിൽ ഒന്നാമത്തെ ഊത്തൂതാൻ കൽപ്പിക്കും. ഒരൊറ്റ ഊത്തൂതും. ഊത്ത് എന്നത് ആലങ്കാരികമായി പറയുകയാണ്. ജീവൻ നിങ്ങൾക്കിതാ അവസാനിച്ചിരിക്കുന്നു, എല്ലാവരും മരിച്ചുകൊള്ളണേ, മുഴുവൻ ആളുകളും മരിക്കണേ, മരിച്ചൊടുങ്ങണേ. ഈ ഒരു പ്രഖ്യാപനം വരുന്ന സമയത്ത് അള്ള ലക്ഷ്യം വെച്ച ആളുകളല്ലാതെ, ഉദ്ദേശിച്ച് മാറ്റി നിർത്തിയവരല്ലാതെ ഒരാളും ഹയാത്തോടെ ശേഷിക്കൂല. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് അല്ലാഹു തആല സൂർ നൽകിയിട്ട് അന്ന് മുതൽ ഇസ്രാഫീൽ ഇന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂറിനെ വായയോട് അടുപ്പിച്ച് വെച്ച് നിൽക്കുകയാണ്. ഷാഖിസുൻ ബസറഹു, കണ്ണ് മേൽപോൾ ഉയർത്തി നോക്കുകയാണ്. മതായുമറു, എപ്പോഴാണ് ഉത്തരവ് വരുന്നത്? ഊതാൻ വേണ്ടി കാഹളം അടുപ്പിച്ച് വെച്ച് നിന്ന് എപ്പോഴാണ് ഉത്തരവ് വരുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഈ സൂർ എന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആ ഒരു മലക്കിന്റെ ചിത്രം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, കൈഫ അൻഅമു, ഞാൻ എങ്ങനെ സുഖിക്കാനാണ്? കൈഫ അൻഅമു, ഞാൻ എങ്ങനെ സുഖിയനാകാനാണ്? വസാഹിബുൽ ഖർനി യൽതഖിമു ഫീ സൂറിൽ ഓതുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം വായിലേക്ക് അതിന്റെ കാഹളം അടുപ്പിച്ച് വെച്ച് എപ്പോഴാണ് കൽപ്പന വരുന്നത് എന്ന് കാത്തു കഴിയുകയല്ലേ. ഞാൻ എങ്ങനെ സുഖിക്കാനാ? അതുകൊണ്ട് വേണ്ട 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 എന്നെന്റെ മനസ്സിനോട്, എന്റെ ശരീരത്തോട് കൽപ്പിക്കുന്നത് ഈ ഒരു മഹാസംഭവമാണ്. സൂറിൽ ഊതപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആകാശത്തിലും ഭൂമിയിലുള്ളവർ മുഴുവനും അതാ പേടിച്ച് വിറച്ചുകൊണ്ട് മരിച്ചു വീഴുന്നു. വല്ലാത്തൊരു പേടി വരുമ്പോ ആ ഒരു ശബ്ദം കേൾക്കുമ്പോ സഹോദരങ്ങളെ, ആ ശബ്ദത്തിന്റെ ഭയാനകത ചെറുതല്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം സൂറൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് ശബ്ദത്താൽ എത്ര അതിന്റെ വലുപ്പം, എത്ര വലിയ ശബ്ദം! വല്ലാത്ത അട്ടഹാസവും വല്ലാത്ത കുലുക്കുമല്ലേ ഇത്! അല്ലാഹു തആല സംവിധാനിച്ച സൂറിൽ അങ്ങ് ഊതുമ്പോ ലോകത്തത് കേൾക്കാത്ത ഒരു ഇടമില്ല, ലോകത്തത് കേൾക്കാത്തൊരു ജീവിയില്ല. നിങ്ങൾ ഇപ്പോഴത്തെ സംവിധാനം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്കിതില് അസാധാരണത്വം തോന്നുന്നുണ്ടോ? ഇതിൽ അതിശയം തോന്നിയിട്ട് നടക്കൂല എന്ന് തോന്നുന്നുണ്ടോ? ഏത് ഭാഗത്തു നിന്നാണ് ഒരു പ്രസിഡന്റ് ഉത്തരവിടുന്നത്? ഒരു രാജ്യത്തിന്റെ തുടക്കത്തുനിന്ന്
അല്ലെങ്കിൽ രാഷ്ട്രഭൂമി തുടങ്ങുന്നതിന്റെ ഒരു തുടക്ക ഭാഗത്ത് നിന്ന് ഒരു പ്രസിഡന്റ് ഒരു ഉത്തരവിറക്കുമ്പോ എത്ര പെട്ടെന്നാണ് നമ്മുടെ മൊബൈലുകളിൽ അത് വന്നു വീഴുന്നത്, എത്ര വേഗത്തിലാ സഹോദരങ്ങളെ ഉപകരണങ്ങളിലേക്ക് അതിനെ വിതരണം ചെയ്യപ്പെടുന്നത്. ഇത് മനുഷ്യൻ നിർമ്മിച്ച ഒരു ഉപകരണത്തിന്റെ ശക്തിയാണെങ്കിൽ യജമാനനായ റബ്ബല്ലേ സൂറ് നിർമ്മിച്ചത്, അള്ളാഹു ഡയറക്റ്റായി പണിത് വെച്ചതല്ലേ സൂറ്. അതിലങ്ങ് മുടക്കുമ്പോ ലോകത്തിന്റെ എല്ലാ പ്രതലങ്ങളിലേക്കും ആ ശബ്ദത്തിന്റെ ഘോഷം വന്നടിക്കുന്നു. ഇല്ലാ മൻ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. അവരാരാണ്? ഒരഭിപ്രായ പ്രകാരം അർബഅത്തും മിനൽ മലായിക, മലക്കുകളിൽ നിന്ന് 4 പേരാണ്. ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും ഇസ്രാഫീൽ അലൈഹിസ്സലാമും അസ്റായീൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുകൾ അപ്പോൾ തൽക്കാലം അവർക്ക് ഒഴിവ്. പിന്നെ അവരും മരിക്കും. അല്ല, ആ പറഞ്ഞതിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്നത് ശുഹദാക്കളാണ്. ബർസഖിയ ലോകത്ത് ഹയാത്തിലുള്ള മഹാന്മാരെ പറ്റി പറഞ്ഞില്ലേ, അവരാണ്. അവർക്ക് അല്ലാഹു തആല ഖബറിലെത്തുന്ന സമയത്ത് ഒരു പ്രത്യേക ഹയാത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ കാണുന്ന ഹയാത്ത് പോലെ അല്ല കേട്ടോ. അത് അങ്ങനെ മനസ്സിലാക്കരുത്, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഈ ഹയാത്ത് പോലെയല്ല, ഈ തദ്ബീർ പോലെയല്ല. ബർസഖിയ ലോകത്ത് ശുഹദാഇന്, അംബിയാഇന്, ഉലമാഉൽ ഉഖ്റവിയ്യ അവർക്ക് കിട്ടുന്ന ഹയാത്ത് ജീവിതം ഇവിടെ കാണുന്ന ജീവിതം പോലെയല്ല, മാറ്റം. പിന്നെ അവർക്ക് സവിശേഷത കൂടുതലാണ്. അവർക്ക് സവിശേഷത കൂടുതലാണ്. എല്ലാ വിഷയങ്ങളും അറിയോ, നമ്മളെക്കാൾ കൂടുതൽ അറിയും. ഉപകരണങ്ങൾ വേണോ? ഉപകരണങ്ങളൊന്നും വേണ്ട. കാണും, വളരെ ദൂരത്തേക്കും കാണും, മറകളൊന്നുമില്ല. എത്ര ദൂരത്തേക്കും, എത്ര ഉദ്ദേശിക്കുന്ന ദൂരത്തേക്കും കാണും. അപ്പോ നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന പരിധിയൊന്നും ബർസഖിയ ലോകത്ത് ഹയാത്ത് നൽകപ്പെട്ട മഹാന്മാർക്കില്ല. അവർക്ക് അവിടെ ഒന്നുകൂടി വിശാലത കൂടുതലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറം ലോകത്തെ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എത്ര വേഗത്തിലാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ തീരുമാനം പറഞ്ഞു കൊടുക്കുന്നത് മദീനയിൽ വെച്ച് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നിർദ്ദേശം കിട്ടുന്നു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ക്ഷമിക്കാൻ പറയൂ, വിജയം പിന്നിൽ വരുന്നുണ്ട്, സ്വർഗം ലഭിക്കാനുണ്ട്. ആ ഒരു സുവിശേഷ വാർത്ത പിറ്റേന്ന് രാവിലെ തന്നെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ശിഷ്യനെ വിളിച്ച് പറഞ്ഞേക്കുന്നത് എത്രയോ അകലത്തിലുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യനിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഈ വാർത്ത അറിയിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉലമാഇനെയും സുലഹാഇനെയും നിയന്ത്രിക്കുന്നതിലും അവരോട് നിർദ്ദേശങ്ങൾ നൽകുന്നതിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും സജീവമാണ്. അത്തരത്തിലുള്ള മഹാന്മാർക്ക് ലഭിക്കുന്ന ആത്മീയമായ വെളിച്ചം നമ്മൾ ഇവിടെ കാണുന്ന ജീവിതത്തിൽ ഉപമിച്ചാൽ ശരിയാവുകയില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ബർസഖിയ ലോകത്ത് ജീവിക്കുന്ന ശുഹദാക്കളാണ്. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ അല്ല. മറ്റൊരു അഭിപ്രായമുണ്ട്. അൽ ഹൂറുൽ ഈനു, സ്വർഗ്ഗത്തിലെ ഹൂറുൽ ഈനുകളും വൽ ഖസനതു, നരകം കാക്കുന്ന മലക്കുകളും സ്വർഗ്ഗം കാക്കുന്ന മലക്കുകളും വഹമലത്തുൽ അർശി, അർശിനെ വഹിക്കുന്ന മലക്കുകളുമാണ്. കാരണം അവര് മരണത്തിന്റെ ലോകത്തല്ല, അവര് സ്വർഗലോകത്താണ്. അവിടെ മൗത്തില്ലല്ലോ, അവിടെ ഈ പറയുന്നത് പോലെ നാശമില്ലല്ലോ, അവിടെ നശിക്കുന്ന ഏർപ്പാടില്ലല്ലോ. സ്വർഗത്തിലെത്തിയാൽ പിന്നെയുണ്ടോ ഒരു മരണം? അവിടെ സന്തോഷമല്ലേ? അതുകൊണ്ട് ഈ പറഞ്ഞതിൽ നിന്ന് അവർ ഒഴിവാണ്. ഏതായിരുന്നാലും അങ്ങനെ ലോകാവസാനം സംഭവിക്കുമ്പോ ഓരോരുത്തരും അള്ളാഹുവിന്റെ സവിധത്തിലെത്തുന്നത് ദാഖിരീന, വളരെ ചെറിയവരായിട്ടാണ്, വളരെ നിസ്സാരന്മാരായിട്ടാണ്. അള്ളാഹുവിന്റെ മുന്നിൽ അവര് പോക്കിരിമാരോ
അല്ലെങ്കിൽ ധിക്കാരത്തിന്റെ സ്വരം പറയാനോ എന്തെങ്കിലും വലുപ്പം പറയാനോ തയ്യാറാകൂല. ഇവിടെ എത്ര വലുപ്പം നടിക്കുന്ന ആളുകളാണെങ്കിലും അവിടെ വരുമ്പോൾ എല്ലാവരും ചെറിയവരാണ്. എന്നിട്ട് ഇനി പറയുന്ന പർവ്വതങ്ങൾ നോക്കിയാൽ ഉറച്ചു നിൽക്കുന്നത് കാണും. നമ്മൾ നോക്കാറില്ലേ പർവ്വതങ്ങളിലേക്ക്? എത്ര ആണി വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ പർവ്വതങ്ങൾക്ക് ഇപ്പോൾ ഒരു സഞ്ചാരമുണ്ട്. ഈ ആയത്തിൽ നിന്ന് ഖുർആൻ പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്നു. ഭൂമിയുടെ കറക്കത്തെ സംബന്ധിച്ച്, ഭൂമിയുടെ ചലനത്തിന്റെ വലിയ തെളിവാണ് ഈ ആയത്ത്. പർവ്വതം നീ നോക്കൂ, പർവ്വതത്തെ നോക്കിയാൽ നിനക്ക് കാണാം ജാമിദതൻ, ഉറച്ചു നിൽക്കുന്നതായി കാണാം. ഉറച്ചു നിൽക്കുകയാണ് എന്ന് നീ വിശ്വസിക്കരുത്. വഹിയ തമുറു മർറ സഹാബ്, നിന്റെ കൺകാഴ്ചയിൽ അങ്ങനെയാണ്, അതിന് ശാന്തതയുണ്ട്. അതേ സമയത്ത് മേഘം സഞ്ചരിക്കുന്ന വളരെ വേഗത്തിലുള്ള വേഗത അതിന്റെ സഞ്ചാരത്തിലുണ്ട്. വഹിയ തമുറു മർറ സഹാബ്, മേഘം സഞ്ചരിക്കും പോലെ ഇപ്പോൾ അത് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അല്ലാഹു തആല അറിയിച്ചു തരാത്തത് നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സംവിധാനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല അതിന്റെ ചലനം മറച്ചു വെച്ചതാണ്. അങ്ങനെ കുറെ മറച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിൽ. ഇതന്ന് രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോൾ നടക്കുന്ന ഒരു അവസ്ഥയാണെന്ന് മഹാന്മാര് പറഞ്ഞു. ഒന്നിവിടെ പറഞ്ഞതാണ്, പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഊത്ത് നടക്കുന്ന സമയം, ഒന്നാമത്തെ ഊത്ത് നടന്നതിന് ശേഷം രണ്ടാമത്തെ ഊത്തിന്റെ ഇടക്ക് 40 വർഷമുണ്ട്. രണ്ടിന്റെയും ഇടയിൽ ബൈനഹുമാ 40 സന, 40 വർഷമുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊത്ത് നടക്കും. രണ്ടാമത്തെ വിളിയാളം വരുമ്പോ അയ്യത്തുഹൽ ഇളാമുൽ ബാലിയ, ഓ ജീർണിച്ചു പോയ അസ്ഥികൂടങ്ങളെ, വല്ലജിസാമുൻ നഖിറാ, തേഞ്ഞു മാഞ്ഞു പോയ ശരീരങ്ങളെ, വശുറൂറുൽ മുതമസ്സിഖ, വേർപിരിഞ്ഞു പോയ രോമകൂപങ്ങളെ, ഖുമൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്കും നീ നീട്ടി വരൂ. കൂടേണ്ടതിലേക്കൊന്ന് ഒരുമിച്ച് കൂടും. വിളിയാളം കേൾക്കുമ്പോൾ ഭൂമിക്കടിയിലുള്ളത് എവിടെയാണോ സംഗമിച്ചിരിക്കുന്നത് അവരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ഒന്ന് സെറ്റപ്പായി ഒന്ന് വളർന്നു വരും, നന്നായി ഉണർന്നു വരും. റബ്ബിന്റെ അടുത്തേക്ക് അവർ ഉയർന്നു വരികയാണ്. മേഘം സഞ്ചരിക്കും പോലെ പർവ്വതങ്ങൾ അന്ന് സഞ്ചരിക്കും. പർവ്വതങ്ങളെ അല്ലാഹു തആല എടുത്തുയർത്തിയിട്ട് അതിന്റെ ആ ഒരു സംഭവാവസ്ഥ കാണിക്കുമ്പോ പേടിക്കാത്തവരായി ആരും ഉണ്ടാകില്ല, എല്ലാവരും പേടിക്കും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്തുള്ള ആ ഒരു പേടി എല്ലാവർക്കും മൊത്തത്തിൽ ആ ഒരു പേടിയുണ്ട്. എന്തിനാണ് ആ പേടി? അവർക്ക് അങ്ങനെ പേടി വരാനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രവർത്തനങ്ങൾ കണ്ട് അവരെല്ലാവരും പേടിച്ചു വിറക്കുകയാണ്. കാരണം ഇവിടെ സംഭവിക്കുന്ന സംഭവങ്ങൾ എത്രമാത്രം വലുതാണ് അത് ചിന്തിച്ചുകൊണ്ട് അവർ പേടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ നിൽക്കുന്ന പർവ്വതങ്ങളുടെ കോലം അല്ലാഹു തആല മാറ്റിക്കളയുകയാണ്. മഹാന്മാരിവിടെ വിശദീകരിച്ചപ്പോ പറഞ്ഞു, സൃഷ്ടികളെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് രണ്ടാമത്തെ ഊത്തിന് ശേഷം സംഭവിക്കുന്നതിൽ പെട്ടതാണ് അല്ലാഹു ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റും. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ്, ഈ ഭൂമിക്ക് വേറൊരു ഭൂമി പകരം ഇവിടെ വരും. ഇതിന്റെ മുഖച്ഛായ മുഴുവനും മാറും. വസ്സമാവാതു, ആകാശങ്ങളെയും മാറ്റപ്പെടും. പർവ്വതങ്ങളെ അതിന്റെ യഥാർത്ഥ സ്ഥലത്തിൽ നിന്ന് ഓടിപ്പിക്കപ്പെടും. ഇത് മഹ്ശറിലേക്ക് വരുന്ന ആളുകളൊക്കെ കാണുന്ന ഒരു രൂപം ഇങ്ങനെ ഉണ്ടാകും. ഈ ഒരവസ്ഥ കാണുമ്പോൾ പർവ്വതങ്ങളെ നടത്തുന്നതും ഭൂമിയെ സമപ്പെടുത്തുന്നതും ഇന്നമായ കൂനാനി ബഅദൻ നഖ്റത്തി സാനിയ, രണ്ടാമത്തെ ഊത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. ആ പർവ്വതങ്ങളെ പറ്റി ചോദിക്കുമ്പോ തങ്ങൾ പറയണം, യൻസിഫുഹാ റബ്ബീ നസ്ഫാ, പർവ്വതങ്ങളെ എന്റെ റബ്ബ് പൊടിയാക്കും. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ, പിന്നൊരു വളവോ ഒരു ചെരിവോ ഒരു കുന്നോ ഒരു കുഴിയോ അവിടെ കാണൂല.
എല്ലാം സമനിരപ്പായി മാറിയിട്ടുണ്ട്. മുഴുവനും ആ രൂപത്തിലേക്ക് അല്ലാഹു തആല മാറ്റിയിട്ടുണ്ട്. പർവ്വതങ്ങൾ പൊട്ടിക്കീറുന്ന ഒരു സന്ദർഭമുണ്ട്. പൊട്ടിക്കീറുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഒരവസ്ഥ ഒന്നാമത്തെ ഊത്തിന് ശേഷം സംഭവിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഊത്തിന് ശേഷം പൊടിപൊടിയായി കിടക്കുന്ന പർവ്വതങ്ങളെ നിരപ്പാക്കുന്ന ഒരവസ്ഥ നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒന്നാമത്തെ ഊത്തിന് ശേഷം നടക്കുന്ന സംഭവമല്ല രണ്ടാമത്തെ ഊത്തിന് ശേഷം. മഹ്ശറിലേക്ക് വരുന്നവർക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി ഭൂമിയെ സമനിരപ്പാക്കുന്നതും പർവ്വതങ്ങളെ ഒന്ന് മാറ്റി നിർത്തുന്നതും ആ ഒരു ചെറിയ വർക്ക് അവിടെ നടക്കുകയാണ്. ഒന്നാമത്തെ ഊത്തിന് ശേഷം ഇദശംസു കുബ്ബിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ ലുഹൂശു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത്. ഈ 6 കാര്യങ്ങൾ ഒന്നാമത്തെ ഊത്തിനോടനുബന്ധമായി ഇവിടെ നടക്കുന്നതാണ്. ശേഷം നടക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അത് രണ്ടാമത്തെ ഊത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. ഇരിക്കട്ടെ, ഈ മുഖങ്ങളെ മുഴുവനും മാറ്റുന്നത് അള്ളാഹു അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തി തരാനാണ്. അതുകൊണ്ടാണ് മഹ്ശറിലേക്ക് വരുന്ന സമയത്തോട് ചേർത്തുകൊണ്ട് പർവ്വതങ്ങളെ നടത്തുന്നതിനെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഓതിയിലെ അൽ-കഹ്ഫ് സൂറത്തിൽ വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. വയൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നമ്മൾ നടത്തി ഇരിക്കുന്നിടത്തുനിന്ന് പൊക്കി അവിടെ ലെവലാക്കി ഇരിക്കുന്ന ദിവസം. വതറൽ അർള ബാരിസ, അന്ന് നീ ഭൂമിയെ നോക്കിയാൽ ഒരു പ്രതലം നിനക്ക് കാണാം. അർളുൻ ബൈളാ നഖിയ്യ, എവിടെയും വൃത്തികേടില്ലാത്ത നല്ലൊരു വെളുത്ത ഭൂമി. ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അറ്റം കാണാത്ത അത്രയും പരന്നു കിടക്കുന്ന ഒരു ഭൂമി. ഈ കാണുന്നത് മുഴുവനും ഒന്ന് ഇടിച്ച് നിരപ്പാക്കി ലെവലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള ഒരു പ്രവിശാലമായ ഭൂമിയാ കാണുന്നത്. അവിടെയാണ് വഹശർനാഹും, നമ്മൾ അവിടെ ഒരുമിച്ച് കൂട്ടുന്നു. ഫലം നുഗാദിർ മിൻഹും അഹദാ, അവരിൽ നിന്ന് ഒറ്റെണ്ണത്തിനെയും നമ്മൾ വിട്ടുകളയുകയില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ് ആ പ്രവിശാലമായി കിടക്കുന്ന ഭൂമികയിലേക്ക്. അവിടെയും പരലോകത്തേക്ക് വരുന്നതിനോടനുബന്ധിച്ചുകൊണ്ട് അല്ലാഹു തആല പർവ്വതങ്ങളെ നടത്തിക്കുന്ന സന്ദർഭം പറഞ്ഞു. അപ്പോൾ പർവ്വതങ്ങളെ ഇങ്ങനെ നടത്തിക്കുന്ന സംഭവം പറയുന്നത് രണ്ടാമത്തെ ഊത്തിന് ശേഷം സംഭവിക്കുന്ന സംഭവം കാണിച്ചു തരാനാണ്. ഈ സൂറിൽ ഊതുന്നതും അതുപോലെ തന്നെ അതിനോടനുബന്ധമായി നടക്കുന്ന വലിയ വലിയ ഭീകരമായ സംഭവങ്ങളും സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. ലോകത്തിന്റെ അവസ്ഥക്ക് തകരാറ് വരുത്തുകയാണ് എന്ന് കരുതണ്ട. പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവനും തല്ലി തകർക്കുകയാണെന്ന് കരുതണ്ട. ഒരു കാര്യവുമില്ലാതെ വെറുതെ ഇങ്ങനെ ഉടച്ചു കളയാണെന്ന് കരുതണ്ട. അതിനൊക്കെ ഒറ്റ മറുപടിയാണ്. ഇതാരാണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ലാഹുവാണ്. റബ്ബിനൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ ഒരു ഹിക്മത്തുണ്ട്. അതിനോടനുബന്ധമായിട്ടാണ് അല്ലാഹു തആല ഇങ്ങനെ ചെയ്യുന്നത്. വെറുതെ ചെയ്യുകയാണ്, തകരാറാക്കുകയാണെന്ന് കരുതരുത്. കാരണം അല്ലാഹുവിന്റെ ഏത് പ്രവൃത്തിയും അത്ഖന കുല്ല ശൈഇ, ഏത് വസ്തുക്കളെയും അല്ലാഹു ഭദ്രമാക്കിയിട്ടുണ്ട്. ഏത് സൃഷ്ടികളെയും അല്ലാഹു തആല ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് ഇതിലേക്കും ഉണ്ടാകും. ഇന്നഹു ഖബീറും ബിമാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അറിയുന്നവനാണ്. അതേ, ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തരാനാണ് ഇത്തരത്തിൽ ഒരു പരലോകവും ആ പരലോകത്തോടനുബന്ധമായി കുറെ സംവിധാനങ്ങളും അല്ലാഹു വെച്ചത്. ഇനി ആ പരലോകത്തേക്ക് വരുമ്പോൾ മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ, ആരാണോ നന്മയുമായിട്ട് വരുന്നത്, പരലോകത്തേക്ക് വരുമ്പോ നന്മയുമായിട്ട് ആരാണോ വരുന്നത്, ഒരു വലിയ നന്മയുമായിട്ട് വരുമ്പോ ഫലഹു ഖൈറും മിൻഹാ, ആ നന്മയേക്കാൾ വളരെ വലിയ ഉത്തമമായത്, ഏറ്റവും വലുത് അല്ലാഹു തആല അവന് കൊടുക്കുന്നുണ്ട്. ഈ നന്മയെ പറ്റി വിശദീകരിച്ചിടത്ത് മഹാന്മാര് പറഞ്ഞു, ഏതാണ് ഏറ്റവും വലിയ നന്മ? കലിമത്തു ഷഹാദ, ഷഹാദത്ത് കലിമ അഥവാ ഈമാൻ.
അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈമാനുമായിട്ട് ഇഖ്ലാസുമായിട്ട് ആരാണോ വരുന്നത്, ഹസനത്ത് എന്ന് നിരുപാധികം ഖുർആനിൽ പറഞ്ഞാൽ നേരത് മടങ്ങുന്നത് കലിമത്തു ഷഹാദയിലേക്കാണ്. ഷഹാദത്ത് കലിമയുമായിട്ട് ആരാണോ റബ്ബിന്റെ സവിധത്തിലേക്ക് വരുന്നത്, ഫലഹു ഖൈറും മിൻഹാ, അവന് നിശ്ചയിക്കാൻ കഴിയാത്ത, അവന് നിർണയിക്കാൻ കഴിയാത്ത ഏറ്റവും നല്ല ഉത്തമമായത് അവനുണ്ട്. എന്തേ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനേക്കാൾ ഉത്തമമായ ഒന്ന് വേറെയില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതല്ലേ ഏറ്റവും ഉത്തമമായത്. അപ്പൊ അതിന് അല്ലാഹു തആല കൊടുക്കുന്നതോ ഏറ്റവും ഉത്തമമായ ഫലമാണ്. ആ നിലക്കവൻ വരുമ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷഹാദത്ത് കലിമയുമായി റബ്ബിന്റെ അടുക്കലേക്ക് വരുമ്പോ അല്ലാഹു തആല അവന് കൊടുക്കുന്ന പ്രതിഫലം ഒന്നിന് പകരമായി റബ്ബ് തആല കൊടുക്കുന്നത് വർണ്ണിക്കാൻ കഴിയാത്ത, വിശദീകരിക്കാൻ കഴിയാത്ത ഏറ്റവും മെച്ചമായ പ്രതിഫലമാണ്. എന്തൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം ആ ഒരു കലിമത്തു ഷഹാദത്ത് വേണോ മുഴുവനും അല്ലാഹു തആല കൊടുക്കുകയാണ്. ഈ ഖൈറിനെ പറ്റി സ്വർഗമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു കൊടുക്കുന്ന ഖൈർ സ്വർഗലോകമെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിനെ കാണാനുള്ള ഏറ്റവും സന്തോഷദായകമായ അവസ്ഥ അല്ലാഹു ആ മനുഷ്യന് നൽകുന്നു. അത് ഏറ്റവും വലിയ ഖൈറല്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ തഫ്സീറിലും അൽ ഹസനത്തു കലിമത്തു ഷഹാദ, ഈ നന്മ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഷഹാദത്ത് കലിമയാണ്. എല്ലാ നന്മകളും ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് കാണാം. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് മാറാതെ, ഈമാനിൽ നിന്ന് വ്യതിചലിക്കാതെ വരുന്ന ആളുകൾ അന്നത്തെ ഭീകരത, മിൻ ഫസഇൻ യൗമഇദിൻ, അന്നത്തെ ഭീകരതയും ഭയാനതയും ചെറുതല്ല. അന്നത്തെ ഭീകരതയിൽ നിന്ന് അവർ സുരക്ഷിതരാണ്. നേരത്തെ അവർ കണ്ടതൊക്കെ തുടക്കത്തിൽ അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഒരു പേടിയിലൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ തുടക്കത്തിൽ ഒരു പേടിയൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവിക രൂപത്തിൽ ഉണ്ടാകും, ചെറിയൊരു പേടിയൊക്കെ. പക്ഷെ ഇങ്ങ് വന്നു കഴിയുമ്പോ അവനവന്റെ ഈമാൻ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നറിയുമ്പോ പിന്നെ ആ ഒരു പേടിയില്ല, പിന്നെ അമ്നാണ്, സുരക്ഷിതത്വമാണ്. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. അന്നത്തെ ഏറ്റവും വലിയ പേടിയുള്ള ദിവസം എപ്പോഴാണ്? ആ പേടിയുള്ള സന്ദർഭം അതേ നരകത്തിലേക്ക് ചിലരെ കൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ്. ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതല്ല, മരണത്തെ ബലികഴിക്കപ്പെടുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. മരണത്തെ ബലികഴിക്കപ്പെടുന്നത് നരകക്കാര് നരകത്തിലും സ്വർഗക്കാരിന് സ്വർഗത്തിലും കാലകാലം അങ്ങനെ താമസിക്കട്ടെ എന്നൊരു വിളിയാളം വരും. യാ അഹ്ലൽ ജന്നത്തി ഖുലൂദും ബിലാ മൗത്ത്, സ്വർഗക്കാരെ മരണമില്ലാതെ നിങ്ങൾ അവിടെ കഴിഞ്ഞോളൂ. വയാ അഹ്ലൻ നാരി ഖുലൂദും ബിലാ മൗത്ത്, നരകക്കാരെ ഇനി മരണമില്ലാതെ നിങ്ങൾ അവിടെ കിടന്നോളൂ. അപ്പോഴാണല്ലോ മരണത്തെ ബലികഴിക്കപ്പെടുന്നത്. ഒരാട്ടിൻ കുട്ടിയുടെ രൂപത്തിൽ മരണത്തെ അവസാനിപ്പിക്കുകയാണ്. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, പിന്നൊരു മരിച്ചു തീരുന്നൊരു സന്ദർഭം അവിടെയില്ല. ഒരു നല്ല നിലക്കുള്ള ജീവിതമോ അതും നരകത്തിലില്ല. ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ശാശ്വതമായി കഴിയുന്നൊരു നേരമാണ്. ആ ഒരു വിളിയാളം വരുമ്പോഴാണ് ഏറ്റവും വലിയ പേടി വരുന്നത്. പക്ഷേ ആ പേടി മുഅ്മിനീങ്ങൾക്കില്ല. അല്ലാഹു ആ മുഅ്മിനീങ്ങൾ നമ്മളെ ചേർത്തി തരട്ടെ. ഖിയാമത്ത് നാൾ വന്നാൽ അതേ ജാഅൽ ഈമാനു വശിർക്കു, ഈമാനും ശിർക്കും ഇങ്ങനെ വരും, രൂപം പ്രാപിച്ച് വരും. മരണത്തെ അല്ലാഹു രൂപം പ്രാപിക്കപ്പെട്ടതുപോലെ ഈമാനും ശിർക്കും വന്ന് നിൽക്കും. റബ്ബിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി നിൽക്കും. അല്ലാഹു ഈമാനോട് പറയും, ഇൻതലിഖ് അൻത വഅഹ്ലുക ഇലൽ ജന്ന, നീയും നിന്റെ ആളുകളും സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പോയിക്കോ. വയഖൂലു ലിശ്ശിർക്കി, ശിർക്കിനോട് അല്ലാഹു പറയും, ഇൻതലിഖ് അൻത വഅഹ്ലുക ഇലൻ നാർ, നീയും നിന്റെ ആളുകളും നരകത്തിലേക്ക് അങ്ങ് പോയിക്കോ. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി തന്നു,
മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ. ഈ ആയത്താണ് നിങ്ങൾ ഓതിത്തരുന്നത്. അപ്പൊ ഈമാനുമായിട്ട് വന്നാൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രതിഫലമുണ്ട്. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ. ഇവിടെ നന്മക്ക് വിശദീകരണം കലിമത്തു ഷഹാദ വെക്കുമ്പോ അപ്പുറത്തെ ആയത്തിൽ പറഞ്ഞ തിന്മക്ക് വിശദീകരണം ശിർക്ക് വെക്കണം. നിരുപാധികം ഖുർആനിൽ സയ്യിഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതും ശിർക്കാണ്. ശിർക്കിനേക്കാൾ വലിയൊരു തിന്മ ലോകത്ത് വേറെയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം തരാതെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മൻ ജാഅ ബിസ്സയ്യിഅതി ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ. ആ നിരുപാധികം പറയുന്ന തിന്മയുമായി ശിർക്കുമായി വന്നാൽ അവരുടെ മുഖങ്ങളൊക്കെ നരകത്തിൽ കുത്തി വീഴ്ത്തപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ മിഫ്താഹുൽ ജന്ന. എല്ലാവർക്കും അറിയില്ലേ മിഫ്താഹുൽ ജന്നത്തി? എന്താ നിങ്ങൾ പറയാത്തത്? മിഫ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. താക്കോലിന് കുറച്ച് പല്ലൊക്കെ ഉണ്ട്. ആ പല്ലൊക്കെ നമുക്ക് വേണം. അല്ലാഹു നൽകുമാറാകട്ടെ. ഇല്ലാത്തവരൊക്കെ വെച്ച് പിടിപ്പിക്കണം. ശരിക്കും ശ്രദ്ധിക്കുക. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള പല്ലുകൾ എന്താ? ഒരു താക്കോലിന് പല്ലുണ്ടാവില്ലേ? അല്ലേ? ഇപ്പൊ പല്ലില്ലാത്ത താക്കോലുണ്ടെന്നില്ല, അതെല്ലാരും എന്നാലും അതിന് വേറൊരു തരം പല്ലുണ്ടാവും. ഇപ്പൊ സാധാ പഴയ കാലത്തെ വലിയ പല്ലുണ്ടെങ്കിലും വേറൊരു തരം പല്ലുണ്ടാവും. എത്ര ചെറിയ പൂട്ടാണെങ്കിലും വലിയ പൂട്ടാണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു പല്ലുണ്ടാവും. അതന്നെ പല്ല്. പഴയ കാലത്തെ വലിയ പൂട്ടാണെങ്കിൽ വലിയ വലിയ പല്ലുണ്ടാവും. പൂട്ടും വലുതായിരിക്കും, പല്ലും വലുതായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ മിഫ്താഹിന് ചില പല്ലുകളുണ്ട്. പണ്ഡിതന്മാര് പറഞ്ഞു മിൻ അസ്നാനിഹി, അതിന്റെ പല്ലുകൾ ലിസാനുൻ ദാകിറുൻ, ദിക്ർ ചൊല്ലുന്ന നാവാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മിഫ്താഹിനുള്ള താക്കോലിനുള്ള പല്ലുകൾ ലിസാനുൻ ദാകിറുൻ, ദിക്ർ ചൊല്ലുന്ന നാവാണ്. എന്റെ ഈ സദസ്സ് സമാപിക്കുന്ന ദിവസം ഞാൻ പറയട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൊരു 110 ദിക്ർ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരൊറ്റ ആണ് പെണ്ണ് ഒരിക്കലും ഒഴിവാക്കരുതെന്ന് പ്രതിജ്ഞ എടുക്കണം. മിഫ്താഹുൽ ജന്നയാണ്, സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ താക്കോലിനുള്ള പല്ലുകളാണ് ലിസാനുൻ ദാകിറുൻ, ദിക്ർ ചൊല്ലുന്ന നാവ്. നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൊരു 110 ദിക്റില്ലേ? അങ്ങനെ നമ്മളൊക്കെ 110 സുന്നിയെന്ന് വിളിച്ചു. അല്ല, നിങ്ങളെന്താ കണ്ടി? ഏതെങ്കിലും പതാകമോ 110 എഴുതി കണ്ടിരുന്നു? ഈ ദിക്റൊക്കെ ഇരുന്ന് അങ്ങനെ ചൊല്ലുക. അതിനിപ്പോ ആരെ കാണണ്ട? ദിക്ർ ചൊല്ലുന്ന ആൾക്കാർ സലാം കിട്ടുന്നതിനുണ്ടോ എന്നുള്ള സംശയമാണ്. 110 ദിക്റില്ലേ? നിങ്ങൾ എണ്ണ മറന്നുപോയോ? 33 മൂന്നെണ്ണം കൂട്ടി അത്രയായി 99. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ശൈഇൻ ഖദീർ എത്രയായി? 100. പിന്നെ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രയായി? അതാ 110. നൽകേപ്പോതിയോ? അതൊരു 110 ആണ്. 110 ആത്തായിരുള്ളേ. അതാണ് അത് ആവർത്തിച്ചു ഓതണമെന്നുണ്ട്. 3 പ്രാവശ്യങ്ങളിൽ ചുരുങ്ങി ഓർമ്മ. കണ്ടൊക്കെ നോക്കുക എല്ലാവരും 3 ഒന്നന്നെ ഓതാൻ നേരല്ലാണ്. നല്ല ഇറച്ചി തിന്നോളി. 3 പ്രാവശ്യം നൽകേപ്പ് സ്ഥിരമായി ഓതുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മളൊക്കെ ഏത് ലോകത്തെ എവിടേക്കാ കാത്തിരിക്കുന്നത്? 3 നൽകേപ്പ് ഓതാൻ 1 മണിക്കൂർ വേണോ? ഉദ്ദേശം പറഞ്ഞാൽ നമുക്കൊക്കെ ഓതി പരിചയല്ലേ? നമുക്കൊക്കെ ഓതി പരിചയമുള്ള അൽക്കേബ് സൂറത്ത് ഞാൻ ഫുള്ളായിട്ട് കാണാത്ത കിട്ടാത്ത ആൾക്കാർ ഞാൻ അൽക്കേബ് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും തെറ്റിച്ചു നോക്കി അങ്ങ് ശാസ്ത്രം കഴിഞ്ഞ് പറയും അത് തെറ്റിക്കുന്നത്. ആഴ്ചയിലൊട്ട് ഓതിയിട്ടുള്ള പരിചയം പ്രധാനമായുള്ള ബന്ധത്തിന്റെ വലുപ്പം നോക്കി നിങ്ങൾ. ആഴ്ചയിൽ നമ്മൾ അങ്ങനെ ആവർത്തിച്ച് ഓതുന്ന ഒരായത്ത് അൽക്കേബിന്റെ രാത്രി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ഓതിയാല് നിങ്ങള് എണീറ്റ് പറഞ്ഞു അത് അവിടെ ചെറിയൊരു അപ്പൊ അത് ആഴ്ചയിൽ 3 വട്ടം ഊതിയാല് അവന്റെ കൽബിൽ എത്ര ഉറപ്പായിരിക്കും? നല്ലോണം ഓർക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് സമയം തരട്ടെ. അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകളൊക്കെ സുബഹിന്റെ മുമ്പ് ഒന്ന് ഓതും. ഇത് മുറിഞ്ഞുകൊണ്ടാണ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് ഓതും. ജുമാക്കാണ് പോകുമ്പോ അവിടുന്ന് ഒന്ന് ഓതും. അത് അവർ പതിവ്. ഇതൊന്ന് പോണ സമയത്തും പള്ളിയിലെത്തിയാലും ഇവിടൊക്കെ വേറെ ഷുഗർ ഒരു ഖുതുബി കൂടി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ കാര്യം വളരെ പോക്കാം. എല്ലാവരും വേറെ ഷുഗറിലായാൽ എന്ത് ചെയ്യും സഹോദരങ്ങളെ?
വേറെ ശുഗലിലേക്ക് ആൾക്കാർ മാറി നമ്മൾ കുടുങ്ങിയില്ലേ? ഇതൊന്ന് ഈ ശുഗലിലേക്കൊന്നും മനസ്സ് വന്ന് കിട്ടണ്ടേ? അല്ലാഹു നമുക്ക് മനസ്സേറ്റി തരട്ടെ. ലിസാനുൻ ദാക്കിറുൻ 110 ദിക്ർ ചൊല്ലേണ്ടതുപോലെ ചൊല്ലണം. ഞാൻ എന്റെ എല്ലാ മജ്‌ലിസിലും പറയാറുണ്ട്, വിരലിന്റെ ആംഗ്യമല്ല ദിക്റിന്റെ കണക്ക്, നാവിന്റെയോ ചുണ്ടിന്റെയോ മാത്രം വിഷയം അല്ല. എന്നാലും ചൊല്ലുന്നത് കൃത്യമായ അക്ഷരങ്ങൾ രൂപപ്പെടുത്തി ചൊല്ലണം. സഹോദരങ്ങളെ, ഒരു സൂ 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 എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, ഹ ഹ ഹ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, ഒരു പൊട്ടിക്കുന്ന ശബ്ദം കൊണ്ട് മാത്രമായില്ല. അതിലുള്ള അക്ഷരങ്ങളൊക്കെ ശരിയാക്കി വന്ന് ചൊല്ലണം. ഇരിക്കുന്നിടത്ത് ചൊല്ലാൻ നിങ്ങൾക്ക് നേരമില്ലേ? നടക്കുമ്പോ ചൊല്ലിക്കോളൂ. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞില്ലേ, വംസിറാഫുഹു ലാ യുനാഫി നദ്ബദ്ദിക്രി. പിരിഞ്ഞു പോവുകയാണെങ്കിലും ദിക്റിന്റെ സുന്നത്തിനോട് എതിരാകൂല. അപ്പോഴും ഈ പറയുന്ന ദിക്റിന്റെ സുന്നത്ത് കിട്ടും. ഇരുന്ന് ചൊല്ലാൻ നേരല്ലേ? പോവുകയാണോ? എന്നാലും ചൊല്ലിക്കോളൂ. 110 ദിക്ർ ഒരു നിലക്കും ഒഴിവാക്കരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിനൊന്നും കാത്തിരിക്കാതെ മദീനത്തെ പള്ളിയിൽ നിന്ന് അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ സലാം വീട്ടി ഞങ്ങൾ റൂമിൽ പോയി. സ്വഹാബത്ത് ആകെ എന്താ സംഗതി? അവരിങ്ങനെ നോക്കി, എന്തോന്നുണ്ടല്ലോ. കാരണം ദിക്റൊക്കെ ചൊല്ലിയിട്ടാണ് ആ മിഹ്റാബിൽ എണീറ്റ് പോകാറുള്ളത്. ഈ ദിക്റൊക്കെ ചൊല്ലും. ഈ ദിക്റിനൊന്നും സമയം കാത്തുന്നില്ല. സലാം വീട്ടിയിട്ട് ഉടനെ തങ്ങൾ പോയി. അവര് വന്ന ഉടനെ തന്നെ സ്വഹാബത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുമല്ല, എന്റെ വീട്ടിൽ കുറച്ച് നേരത്തെ എത്തിയ ഒരു സ്വർണ്ണക്കട്ടി ഉണ്ടായിരുന്നു. അത് കിട്ടേണ്ട ആളുകൾക്ക് വൈകി പോകണ്ടെന്ന് എഴുതിയിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാൻ വേണ്ടി പോയതാണ്. സാധുക്കളോടും മിസ്കിന്മാരോടും തങ്ങൾക്കുള്ള ഒരു ഹുബ്ബ് വല്ലാത്ത ഹുബ്ബ്. അതിന് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റൊക്കെ കഴിഞ്ഞിട്ട് വേറെ ശുഗലിലേക്ക് പോയാൽ പിന്നെയും അത് വൈകുമല്ലോ. വൈകണ്ടാന്ന് പറയാൻ വേണ്ടി പോയാൽ തിരിച്ചു വന്ന മിഹ്റാബിൽ തന്നെ ഇരുന്ന് തങ്ങൾ വീണ്ടും ആ ദിക്റുകളൊക്കെ ചൊല്ലി. ഈ ദിക്റിന്റെ വിഷയം ഇത്രയും കറക്റ്റായി പറഞ്ഞെടുത്ത് കാണാം ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ. അവരിൽ റിപ്പോർട്ട് കാണാം. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ആ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങൾ സലാം വീട്ടിയിട്ട് അവിടുന്ന് അങ്ങോട്ട് തിരിയണമെങ്കിൽ ഉടനെ തിരിയില്ല. ഏത് കഴിഞ്ഞിട്ടാ തിരിയാ? തബാറക റബ്ബനാ വ തആലൈക യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ അതേ ഇരുത്തത്തിൽ ചൊല്ലിയിട്ടാണ് തിരിയുക. മഗ്രിബിനും സുബഹിക്കും അല്ലട്ടോ, അല്ലാത്ത സമയത്ത്. മഗ്രിബിനും സുബഹിക്കും ആണെങ്കിൽ ആ 10, 17 ദിക്ർ അങ്ങനെ തന്നെ ചൊല്ലും, അതേ ഇരുത്തത്തിൽ ചൊല്ലും. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഈ ദിക്ർ അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം തബാറക റബ്ബനാ വ തആലൈക യാ ദൽ ജലാലി വൽ ഇക്റാം എന്നത് അതേ ഇരുത്തത്തിൽ ചൊല്ലിയിട്ട് തിരിഞ്ഞിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള ദിക്റുകളൊക്കെ ചൊല്ലും. ഇത്രയും കറക്റ്റായിട്ട് ആ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള ദിക്ർ അത് സ്വർഗത്ത് പോകാനുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മിഫ്താഹിന്റെ താക്കോലിലുള്ള പല്ലാണ് ദിക്ർ ചൊല്ലുന്ന നാവ്. അല്ലാഹു നമുക്ക് തരട്ടെ. ദിക്ർ ഇഷ്ടം പോലെ ചൊല്ലിയിട്ട് മഹാന്മാർക്കൊക്കെ അതിന്റെ ആസ്വാദനം തോന്നിട്ടുണ്ട്. ദിക്ർ ചൊല്ലിയിട്ട് അവർക്ക് മതിയായിട്ടില്ല. ദിക്ർ ചൊല്ലിയിട്ട് അവർക്ക് പൂതി തീർന്നിട്ടില്ല. അങ്ങനെയാണ് ചില മഹാന്മാരൊക്കെ ഖബറിലെത്തിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ, സാറേ ഞാൻ കുറച്ച് ദിക്ർ അല്ലട്ടെ എന്നാണ് ചൊല്ലിക്കൂടിയെന്നോ. ചിലർ പറഞ്ഞു ഖുർആൻ ഓതട്ടെ ഓതിക്കൂടിയെന്നോ. ആ ദിക്റും ആ ഓത്തൊക്കെ പുറത്തേക്ക് പലരും കേട്ടില്ലേ. ദുനിയാവിൽ അവർക്കുള്ള ഹോബി ഖബറിലെത്തിയ നേരത്തെ അല്ലാഹു തആല ചോദിക്കുകയാണ്, എന്ത് വേണം ചോദിച്ചോളൂ, എന്തും തരാം. അല്ലാഹുവേ ദിക്ർ ചൊല്ലിയിട്ട് ഇഷ്ടം തീർന്നിട്ടില്ല, ചൊല്ലിക്കോളൂ ദിക്ർ. അപ്പൊ കണ്ടില്ലേ നിങ്ങൾ, അവരെ നാവ് സത്യത്തില്ല, പല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മിഫ്താഹിനുള്ള പല്ല് തന്നെയാണ് അവരെ നാവും പല്ലും. ഒറിജിനൽ പല്ലാണ്, ഒറിജിനൽ നാവാണ്. ലിസാനുൻ ദാക്കിറുൻ ദിക്ർ ചൊല്ലുന്ന നാവ്. അതേ ത്വാഹിറുൻ മിനൽ ഹറാമി വസ്സുബ്ഹ ത്വാഹിറുൻ മിനൽ കദിബി വൽ ഗീബ. കളവിൽ നിന്നും ഗീബത്തിൽ നിന്നും സുരക്ഷിതമായ നാവ്. അതാണ് ഒരു പല്ല്. മറ്റൊരു പല്ലേതാണെന്നറിയോ? ഖൽബുൻ ഖാശിഉൻ, ഭക്തിയുള്ള മനസ്സ്. അല്ലാഹു നമുക്ക് തരട്ടെ. ഖുശൂഉള്ള മനസ്സ്. ത്വാഹിറുൻ മിനൽ ഹസദി വൽ ഖിയാന, ഹസദിൽ നിന്ന് ശുദ്ധിയായ ഒരാൾക്ക് അല്ലാഹു കൊടുത്ത പുരോഗതിയും നമുക്ക് കണ്ടുകഴിയില്ല. ഒരാൾക്ക് അല്ലാഹു തആല എത്ര പുരോഗതി കൊടുത്തോ നമുക്കത് കാണുന്നത് അൽഹംദുലില്ലാഹ്.
അത് സ്വന്തം ചേട്ടനാകട്ടെ, അയൽവാസിയാകട്ടെ, നാട്ടുകാരനാകട്ടെ, മറുനാട്ടുകാരനാകട്ടെ, ഇത്ര വലിയ പുരോഗതി അൽഹംദുലില്ലാഹ് സന്തോഷമാണ്, അന്ന് കൊടുത്തതല്ലേ. അതിൽ ഒരു കണ്ണുകടിയും ഒരു കുയിനും ഒരു ഹസദുമില്ല. വൽ ഖിയാന, ചതിയില്ലാത്ത ഖൽബ്, മറ്റൊരാളെ പറ്റിക്കാത്ത, മറ്റൊരാളെ വഞ്ചനയിൽ കൊടുക്കാത്ത മനസ്സില്ലേ, ആ മനസ്സ്. നമ്മളിങ്ങനെ ഓരോരുത്തർ വന്ന് സംസാരിച്ച ഒരു കാര്യം ഏൽപ്പിക്കുമ്പോ പേടിയാ. എത്ര ആൾക്കാർ വഞ്ചിക്കുന്നു. ഞാനിപ്പോ അടുത്ത് ദുബൈയിൽ നിന്ന് വരുമ്പോ എന്റെ കയ്യിൽ ഒരാൾ പാക്കറ്റ് കൊണ്ടുവന്നു. ഉസ്താദെ, കണ്ണൂരിൽ എയർപോർട്ടിലാണ് നിൽക്കുന്ന ആൾ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ പാക്കറ്റ് അയക്കുന്നു. പാക്കറ്റ് അയക്കുന്നു. അല്ല ഉസ്താദെ, നിങ്ങളെ ഈ വേഷം കെട്ട് നിങ്ങളെ നമ്മൾ ചതിക്കൊന്നുമില്ല, അല്ല നിങ്ങളൊന്ന് അയച്ചേക്കുന്നു, മനസ്സിന് സമാധാനം കിട്ടാനാണ്. നിങ്ങളൊരു പക്ഷെ എന്നെ ചതിക്കൂലെന്ന് ഉറപ്പായിരുന്നു. നിങ്ങളൊന്ന് അയച്ചു കാണിച്ചെന്നാൽ എനിക്ക് പൂർണ്ണ സമാധാനമാണ്, നിങ്ങളെ പറ്റി പൂർണ്ണ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ തന്നെ കിട്ടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അയച്ചു കാണിച്ചു തന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ഒരു കുറച്ച് പേപ്പറുകളായിരുന്നു, അതൊന്നും അതിലില്ല. മുഴുവനും മറിച്ച് കാണിച്ചു തന്നു. അല്ലെങ്കിൽ അതെങ്ങാറ് വേറെന്തെങ്കിലും അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ മെഷീനിൽ കറങ്ങി വന്നാൽ നമ്മുടെ കാര്യം പോയില്ലേ. അവര് പിന്നെ ഈ വിഷയമായിട്ട് വല്ല ബന്ധമുണ്ടാവും. എത്ര ആളങ്ങനെ പറ്റിക്കുന്നുണ്ട്. ചതിയും ഹസദും ഇല്ലാത്ത തോഹറായ കൽബ്, ഖുശൂഉള്ള കൽബ്. ഖുശൂഉള്ള കൽബാണെങ്കിൽ ഹസദ് ഉണ്ടാകൂല. അല്ലാഹു ഹസദിനെ തൊട്ട് കാക്കട്ടെ. ഹസദ് ഉണ്ടാകില്ല. മറ്റൊരാളെ പറ്റിക്കണം, ചതിക്കണം എന്ന ചിന്ത ഉണ്ടാകില്ല. എത്ര ലോകത്ത് സഹോദരങ്ങളെ ഖിയാനത്ത് നടക്കുന്നത്, എത്ര ചതികളാണ് നടക്കുന്നത്, എത്ര പേരെ ചതിക്കുന്നു. ഓരോരുത്തർക്ക് അങ്ങനത്തെ ചതിയിൽ പോയി വീണ് അവസാനം കുടുങ്ങി രക്ഷപ്പെടാൻ കഴിയാത്ത രൂപം വരുമ്പോഴാണ് വല്ലാത്ത ചതിയിലാണല്ലോ പെട്ടുപോയത്. അതിനൊന്നു രണ്ടു മുഖങ്ങളല്ല. അതൊരു കച്ചവടത്തിൽ മാത്രമല്ല, ബിസിനസ്സിൽ മാത്രമൊന്നല്ല, എത്രയോ വിഷയങ്ങളിലുണ്ട്. ചതിയിൽ കുടുക്കിയിട്ട് ആളെങ്ങനെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് കരകയറ്റി വിടും. എന്നിട്ട് ഒന്നുകിൽ ആ സ്ഥാനത്ത് ഇയാൾക്ക് കയറണം, അല്ലെങ്കിൽ അയാൾ മേലാലും കൂടെ തിരിച്ചു വരാൻ പാടില്ല, അതിനെന്തെങ്കിലും പണി ചെയ്യണം. അങ്ങനെ എന്തെല്ലാം ചതികളാണ് നടക്കുന്നത്. ചതിയൊന്നുമില്ലാത്ത തോഹിറായ കൽബ്. മറ്റൊന്ന് പറഞ്ഞത്, മറ്റൊരു നാവ്, മറ്റൊരു പല്ല്. മൂന്നാമത്തെ പല്ല്. ശുദ്ധിയുള്ള ബത്തുന് വേണം, പള്ള വേണം. ഹറാമിൽ നിന്നും ശുബ്ഹത്തിൽ നിന്നും മുക്തമായ ശുദ്ധിയുള്ളതായ ഹറാമായ നിലക്കുള്ള സമ്പാദ്യം വേണ്ട, ശുബ്ഹത്തിന്റെ സ്വത്ത് വേണ്ട, സമ്പാദ്യം വേണ്ട. അല്ലാഹു തആലാനെ ശരിക്കും അറിയുന്ന നല്ലവണ്ണം ബോധ്യമുള്ള മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുത്ത വലിയൊരു കഴിവ്, വലിയൊരു ശുദ്ധി, അവരവരെ പള്ള കാക്കാൻ. ലോകത്ത് മുർസലീങ്ങൾക്ക് മുഴുവനും അല്ലാഹു തആല കൊടുത്തൊരു ഉപദേശമാണ്. ഓ മുർസലീങ്ങളെ, നിങ്ങൾ എന്റെ ഇഷ്ടദാസന്മാരാണ്. പക്ഷേ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നല്ലത് ചെയ്യണോ, ഹലാലിൽ നിന്ന് ഭക്ഷിച്ചോ, ഹലാലിൽ നിന്ന് ഭക്ഷിച്ചോ. ഹറാമിൽ നിന്നാകരുത് ഭക്ഷിക്കുന്നത്, ഹറാമാകരുത് സമ്പാദ്യത്തിന്റെ സ്രോതസ്. ഹലാലായ നിലക്ക് ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, നല്ല നിലക്ക് മൈഷത്തിലൂടെ പോകുന്നവരുണ്ട്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഹറാമിൽപ്പെട്ട് കുടുങ്ങിയവരുണ്ട്, അല്ലാഹു മോചനം കൊടുക്കട്ടെ. ഹറാമായ സ്വത്തിൽ പോയി കുടുങ്ങിയിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ ഇതിലാണല്ലോ കുടുങ്ങിപ്പോയതെന്ന് അറിയാതെ വിട്ടുപോയവരും, ചെറിയ രൂപത്തിലൊക്കെ അറിഞ്ഞിട്ട് ആശ്വാസം കിട്ടുന്നു കരുതിയിട്ട് കുടുങ്ങിപ്പോയവരും പലരുണ്ട്. അവർക്കും അല്ലാഹു രക്ഷ കൊടുക്കട്ടെ. അവർ നന്നായി വരില്ലേ വേണ്ടി, മോശക്കാരാകണ്ട. അതുകൊണ്ട് തനിച്ച ഹറാം നിങ്ങൾ നോക്ക്. ഇതിന്റെ പിന്നെ വ്യാപനം എത്ര ഉണ്ടെന്ന് അറിയാം ഹറാമിന്. മുമ്പൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കടയുടെ മുന്നിൽ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങാൻ വിൽക്കുകയാണെങ്കിൽ, ഈ ലോട്ടറി വിൽക്കുന്ന ആള് നമ്മുടെ വേഷം കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഈ തൊപ്പി അല്ലെങ്കിൽ സാധാ തലകെട്ട് കിട്ടിയ ഒരാൾ എത്തിക്കുമ്പോൾ അവർ ഇത് നീട്ടൂല. ഇപ്പൊ എല്ലാത്തിനും നീട്ടുന്നുണ്ട്. എന്തായാലും അർത്ഥം 5 വക്ത് നിസ്കരിക്കുന്ന ആളും അതിന് പോയി ക്യൂ നിൽക്കാണ്. ചിലര് ചിന്തിക്കുന്ന എന്താണെന്നറിയോ, മക്കളെ വസിയത്തും ഓല വക്കാലത്തും ഓല വസൂലൊന്നും വേണ്ട, ഞമ്മക്ക് 3 സെന്റ് വിറ്റിട്ട് കിട്ടിയ 10 ലക്ഷം ഉണ്ടല്ലോ, അത് കൊണ്ടുപോയിട്ട് മാസാമാസം കിട്ടുന്ന ആ അക്കൗണ്ടിൽ നിന്നുള്ള ആ പലിശകൾ എടുത്തിട്ട് അവനവന്റെ നിത്യാവശ്യങ്ങൾക്കും മരുന്നിനൊക്കെ ഉപയോഗിച്ച് ഇനി ഏതെങ്കിലും സംഭാവന വിട്ടാണ് കൊടുത്ത് അങ്ങനെ പോയാൽ മതി, ആർക്കും ശല്യമൊന്നും വേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട്.
എവിടെ 4-5 സെന്റ് കിട്ടിയതാണ്, എതിർ ഓപ്പിലത് വിറ്റു. വിറ്റപ്പോ നല്ല വില കിട്ടുന്ന സ്ഥലമായിരുന്നു. സെന്റിന് 8 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം 3 ലക്ഷം രൂപ വിറ്റപ്പോ കിട്ടിയത്. ഈ കിട്ടിയത് അങ്ങനെ ഇന്ന ആൾ ശല്യം ചെയ്യാൻ നിങ്ങൾക്കൊന്നും എനിക്ക് വേണ്ട, ഞാൻ എന്റെ ഹാലായിട്ട് ഞങ്ങളെ പോയിക്കോളാം. അപ്പൊ ആൾക്കാർ വിചാരിച്ചു മക്കളൊന്നും ആശ്രയിക്കാത്ത നല്ല സ്വത്ത് അള്ളാഹുത്താനെ കൊടുത്ത് വലിയ ഭാഗ്യം കിട്ടിയ വലിയ വിജയം കിട്ടിയ ആളാണ്. സംഗതി അന്വേഷിക്കുമ്പോഴല്ലേ എങ്ങനല്ലേ അതിന്റെ കോലം. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പത്തുന്, നമ്മുടെ പള്ള അത് ഹറാമിൽ നിന്നും ശുഭത്തിൽ നിന്നും മുക്തമാകണം. വളരെ ഈ വിഷയത്തിൽ കാർക്കശ്യം പുലർത്തിയവരായിരുന്നു സ്വഹാബി വനിതകൾ. എത്രയായിരുന്നു അവരുടെ കാർക്കശ്യം. ഞാനതിലേക്ക് നീട്ടി സംസാരിക്കില്ല. 4-മത്തെ ഒരു പല്ലും കൂടി വേണം. നമ്മുടെ അവയവങ്ങൾ അല്ലാഹു തആലാന്റെ ദീനിന്റെ ഖിദ്മത്തും ഇബാദത്തിന്റെ ഖിദ്മത്തും കൊണ്ട് മശ്ഗൂലായ അവയവങ്ങൾ. അല്ലാഹു തആലാക്കുള്ള ഖിദ്മത്ത് തന്നെയാണ്. ഹലാലായ നിലക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപജീവനത്തിന് വേണ്ടി അവനവന്റെ കയ്യും കാലും ഒക്കെ പിന്നെ പണിപ്പെട്ടുകൊണ്ട് നിസ്കാരങ്ങളൊന്നും ഖളാകാതെ കുടുംബത്തെ ഹലാലായ നിലക്ക് പോറ്റി വളർത്തുന്നവർക്കുള്ള ശുഗല് അള്ളാഹുള്ള ഖിദ്മത്ത് തന്നെയാണ്. അള്ളാഹ് ഏൽപ്പിച്ച ഖിദ്മത്ത് തന്നെയാണ്. രാത്രി വന്നപ്പോ നടന്നുപോയി, ഇരുന്നു പോയി, മജ്‌ലിസിൽ വന്നിരുന്നു, ദീനിന് വേണ്ടി സഹായിച്ചു, സ്ഥാപനങ്ങൾക്ക് വേണ്ടി പിരിവ് നടത്താൻ വേണ്ടി കൂടെ പോയി, അതിന്റെ പ്രചരണത്തിന് വേണ്ടി പോയി, അതിന് പോയി സംസാരിച്ചു, ഒത്താശ ചെയ്യാൻ വേണ്ടി കൂടെ പോയി. ഇതൊക്കെ ഖിദ്മത്താ. ഇതൊന്നും കുറവില്ല. ദീനിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളും ആശാവഹമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്നു. ഒക്കെ ഖിദ്മത്താ. ഒന്നും കുറക്കണ്ട. ദീനീ പ്രവർത്തന രംഗത്ത് കുറവ് വേണ്ട. സ്ഥാപനങ്ങളോടും മറ്റും ഓരം ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ കുറവ് വേണ്ട. മാസാന്തം നടക്കുന്ന മജ്‌ലിസുകളിൽ വന്നു ചേരുന്ന ഉപ്പമാരില്ലേ ഖിദ്മത്താണ്. നേർച്ച നൽകുന്നവരില്ലേ ഖിദ്മത്താണ്. അവനവന്റെ വാപ്പയെയും ഉമ്മയെയും അനുസ്മരിച്ചുകൊണ്ട് ആണ്ട് നടത്തുന്നവരില്ലേ ഖിദ്മത്താണ്. മുതല്ലിമീങ്ങളെ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നവരില്ലേ ഖിദ്മത്താണ്. ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരില്ലേ ഖിദ്മത്താണ്. ദീനിന് വേണ്ടി ഖൈറായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിന് സഹായിക്കുന്നുണ്ടോ, അത് ഖിദ്മത്തിൽ മുഴുകിയ അവയവങ്ങളാണ്. ഈ 4 സ്വർഗത്തിലെ മിഫ്താഹായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പല്ലുകളാണ്. മിഫ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സ്വർഗത്തിന്റെ താക്കോൽ. അതിന്റെ 4 പല്ലുകളാണ് മഹാന്മാർ വിശദീകരിച്ചത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ ഈ ഒറ്റ ആയത്തിന്റെ വിശദീകരണമാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. അലിയാർ തങ്ങൾ പറഞ്ഞൊരു തഫ്സീർ ഉണ്ട്, അതുകൂടി ഞാൻ ഒന്ന് ചുരുക്കി പറയട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ ആയത്തിന്റെ വിവക്ഷ കാണുന്നത് ഹസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹുബ്ബുനാ, ഞങ്ങളെ സ്നേഹിക്കലാണ്. അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കലാണ്. സയ്യിഅത്ത് എന്ന് പറഞ്ഞാലോ ബുഗ്ദുനാ, ഞങ്ങളോട് വിരോധം വെക്കലാണ്. ഞങ്ങളെ ഹുബ്ബ് വെച്ച് കഴിയുന്ന ആള് അയാള് സ്വർഗത്തിലേക്ക് പോകും. ഞങ്ങളോട് വിരോധം വെച്ച് കഴിയുന്ന ആള് നരകത്തിലേക്കും പോകും. കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലത്തെ ദീനീ ദഅവത്തിന് നന്ദിയായിട്ട് മാലോകരിൽ നിന്ന് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഓ ജനങ്ങളെ, മാലോകരെ, ഈ ദീനീ ദഅവത്തിന് കഷ്ടപ്പാടിന്, യാതനകൾക്ക്, വേദനകൾക്ക്, പീഡനങ്ങൾക്ക്, മർദ്ദനങ്ങൾക്ക്, ബഹിഷ്കരണങ്ങൾക്ക് ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഒന്ന് മാത്രം, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നിങ്ങൾ എന്റെ കുടുംബത്തെ സ്നേഹിക്കണേ. നാട്ടുകാരെ, സാദാത്തുക്കള് നാട്ടിലുണ്ടാകുമ്പോ അവര് പാവങ്ങളായി നടക്കുമ്പോ സക്കാത്ത് വാങ്ങാൻ ഒരു പക്ഷേ അവര് മുന്നോട്ട് വരില്ല. ഞങ്ങൾക്കത് വേണ്ടാന്ന് അവര് പറയും. ഹദിയ കൊടുക്കാൻ മറക്കരുത്. അവർക്ക് ഹദിയ കൊടുക്കാൻ മറക്കരുത്. ജീവിക്കാൻ വേണ്ട ഒത്താശ ചെയ്യാൻ മറക്കരുത്. നോമ്പും മറ്റു കാര്യങ്ങളും വരുമ്പോ സൽക്കരിക്കാൻ മറക്കരുത്. സാദാത്തീങ്ങളോട് കൽവിയായ ഹുബ്ബ് വെച്ച് നടക്കുന്ന ആരും ലോകത്ത് പരാജയപ്പെട്ടവരില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് വിരോധം വെച്ച് നടന്ന ആളുകൾ ഷാഫി ഇമാം തങ്ങളെ വിരോധം പറയാനുള്ള കാരണം തന്നെ അഹ്ലു ബൈത്തിനോടുള്ള അഗമ്യമായ സ്നേഹം കൊണ്ടാണ്.
ഷാഫി ഇമാം തങ്ങളെ റാഫിലിയത്തിൽപ്പെട്ട ആളാണ് എന്ന് വരെ ആ സ്നേഹം കൊണ്ട് ചിലര് പറഞ്ഞു. കാരണം അന്ന് അലവിയത്ത് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. അന്ന് ഭരണം കിട്ടാൻ വേണ്ടി പ്രക്ഷോഭം നടത്തിയിരുന്ന ഒരു വിഭാഗമാണ് അലവിയത്ത്. അവര് ബാഹ്യ നിലക്കൊക്കെ അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹം ഇങ്ങനെ കാണിക്കും. പക്ഷെ അവരുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. ഈ ഭരണം കിട്ടാൻ വേണ്ടി അഹ്ലുൽ ബൈത്തിനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ നടത്തുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അലവിയത്ത് എന്നാണ് അവരുടെ പേര്, അലവിയാക്കൾ എന്ന് പറയുന്നത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അഹ്ലുൽ ബൈത്തിനോടുള്ള വല്ലാത്ത ഹബ്ബ് വെച്ച് മഹാനവർകൾ അവരെ മദ്ഹ് ചെയ്ത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു മെമ്പറെ കിട്ടിയാൽ ഷാഫി ഇമാം തങ്ങളുടെ ബഹുമാനം ചെറുതൊന്നുമല്ല. എപ്പോഴും മഹാനവർകൾ പറയും ആലുൻ നബി ذريعتي وهم إليه وسيلتي أرجو بهم عطا غدا بيد اليمين صحيفتي. നബി തങ്ങളുടെ കുടുംബം എന്റെ അവലംബമാണ്, അവരെന്റെ വസീലയാണ്. അവരെ ഹുബ്ബ് വെക്കുന്നത് കൊണ്ട് ആഖിറത്തിൽ എന്റെ വലങ്കയിൽ കിതാബ് നൽകപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരിക്കൽ മഹാനവർകൾ പറഞ്ഞു യാ ആല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകുമു ഫർദും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു യക്ഫീകുമു മിൻ നദീമിൽ ഫദ്ലി അന്നകുമു മൻ ലം യുസല്ലി അലൈക്കും ലാ സ്വലാത ലഹു. ഓ അഹ്ലുൽ ബൈത്ത് കുടുംബമേ, നിങ്ങളെ സ്നേഹിക്കണമെന്ന് ഖുർആനിലൂടെ അല്ലാഹ് നിർബന്ധമാക്കിയ വിഷയമാണ്. നിങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവർക്ക് നിസ്കാരം തന്നെ ഇല്ലല്ലോ. കാമിലായ നിസ്കാരം, സുന്നത്ത് നിസ്കാരവും കമാലിയത്ത് കിട്ടണമെങ്കിൽ ആലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതില്ലേ? നബി കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലാതെ ഏത് നിസ്കാരമാണ് ഇവിടെ പൂർണ്ണമാകുന്നത്? ഫർദ് നിസ്കാരവും സുന്നത്ത് നിസ്കാരത്തിലും അത് പ്രത്യേകം തന്നെ പരിഗണിക്കണമെന്ന് മഹാന്മാര് പറഞ്ഞില്ലേ? ഇത്രയും മഹത്വം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അഹ്ലുൽ ബൈത്തിനോട് വല്ലാത്ത ഹുബ്ബായിരുന്നു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട്. ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു ഹസനത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളോടുള്ള ഹുബ്ബാണ്. സയ്യത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ഞങ്ങളോടുള്ള വിരോധം. ഞങ്ങളോട് വിരോധം വെച്ച് ആരും രക്ഷപ്പെട്ടു പോകാൻ ചാൻസ് ഇല്ല. ഇനി ഒരു 3 നിർദ്ദേശങ്ങൾ പറയട്ടെ. ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ. സൂറത്തുൽ നംലക്ക് സമാപിച്ചു അല്ലാഹു. അതിന്റെ അവസാനം നമ്മളോട് 3 കാര്യം എന്നോട് കൽപ്പിക്കപ്പെട്ടു. ഈ പവിത്രമായ ഈ രാജ്യത്തിന്റെ അഥവാ പരിശുദ്ധ മക്ക, മക്കയെ ഹറമാക്കിയത് അല്ലാഹു അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹറമാക്കി എന്നതിന്റെ അർത്ഥം മഹാനവർകൾ ആ മക്ക പരിശുദ്ധമാണെന്നതിനെ എല്ലാവരിലേക്കും വെളിവാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ആ ഹറാമായി കിട്ടാൻ മക്ക ഹറമായ ഭൂമിയാണ്, ഹറാമായ ഭൂമിയാണ്. പലതും അവിടെ നിഷിദ്ധമാണ്. ഹറം എന്ന് പറയുന്ന പ്രതലത്തിന്റെ ഉള്ളിൽ വേട്ടയാടാൻ പാടില്ല, പുല്ലുകൾ പറിക്കാൻ പാടില്ല, വീണ് കിട്ടിയ സാധനം ഉടമപ്പെടുത്താൻ പാടില്ല, പരസ്യപ്പെടുത്താനല്ലാതെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കൊണ്ട് പ്രത്യേകമായ ആ പരിശുദ്ധമായ ഹറമ്, ആ ഹറമിനെ ഹറമാക്കി പ്രഖ്യാപിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിശ്ചയിച്ചവൻ അല്ലാഹുവാൻ. ആ പവിത്രമായ രാജ്യത്തിന്റെ റബ്ബ്, ആ രാജ്യത്തിന്റെ റബ്ബാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബാക്കി എല്ലാ രാജ്യത്തിന്റെയും അധികാരം അല്ലാഹു തആലക്ക് തന്നെയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ടല്ലോ, പവിത്രതയുണ്ടല്ലോ. അതുകൊണ്ട് എടുത്തു പറഞ്ഞതാണ്. അള്ളാന്റെ കൽപ്പന എന്നോട് അവനെ ആരാധിക്കാനാണ്. ഇബാദത്ത് കൊണ്ട് നമ്മളോട് കൽപ്പിക്കാണ്. ഇബാദത്തിൽ നിന്ന് പിറകോട്ട് പോകരുത്. ഇബാദത്തില്ലാതെ ഉയരാൻ കഴിയുമെന്ന് തോന്നരുത്. മഹാന്മാര് മുഴുവനും ഉയരത്തിലെത്തിയത് ഇബാദത്ത് അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ. ഈ രാജ്യത്തിന്റെ റബ്ബിന് ആരാധന നടത്താൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചു. അല്ലദീ ഹറമഹാ, ആ രാജ്യത്തെ ഹറമാക്കിയത് അല്ലാഹുവാണ്. വലഹു കുല്ലു ശൈഇ, എല്ലാത്തിന്റെയും അവകാശം അവനാണ്. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ പെട്ടവനാകാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ മുസ്ലിങ്ങളിൽ പെട്ടവരാകണം, ഇസ്ലാമിന്റെ മില്ലത്തിൽ ജീവിക്കുന്നവരാകണം, യഥാർത്ഥ മുഖ്ലിസീങ്ങളായി മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ മഹാന്മാർ ഒരു വിഷയം സൂചിപ്പിച്ചു. മുസ്ലിങ്ങളിൽ പെട്ടവനാകാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ
ആ മുസ്ലിം അവന്റെ ശരീഅത്ത് ളാഹിറിൽ കാണിക്കണം, ളാഹിറിൽ ശരീഅത്ത് കാണിക്കണം. അതുകൊണ്ടാണ് ആ കൽപ്പന. മുഅ്മിനീങ്ങളിൽ പെട്ടവനാകാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈമാൻ ആന്തരികമായ ഭാഗത്താണ്. അത് വ്യക്തമായി വെളിവിൽ കാണാൻ കഴിയൂല. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിന് ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ പുറത്താണ് അധികവും വെളിവാകുന്നത്. അതുകൊണ്ട് ആ ഇസ്ലാം കാര്യം വേറെ തന്നെ എണ്ണുന്നത്. നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് ഇങ്ങനെ തുടങ്ങി അതിന്റെ മുഖ്യമായ വശങ്ങളാണ്. അത് പുറത്തൊക്കെ കാണണം. അതെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടോ അങ്ങനെ തന്നെ നിങ്ങളും നിസ്കരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത്. ളാഹിറിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എങ്ങനെ കൊണ്ടുവന്നോ, ശരീഅത്ത് എങ്ങനെ നടപ്പിലാക്കിയോ, നമ്മളും നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു സാക്ഷാൽ മുസ്ലിമാകണം. നാമമാത്ര മുസ്ലിമായാൽ പോരാ, ഒറിജിനൽ മുസ്ലിമാകണം. മൂന്നാമത്തെ കൽപ്പന വഅൻ അത്ലുവൽ ഖുർആൻ, ഖുർആൻ ഓതാനും എന്നോട് കൽപ്പിക്കപ്പെട്ടു. ഖുർആൻ ഓതുക, ഖുർആൻ പാരായണമല്ല, ഖുർആൻ ഓതുക. ഓത്തും പാരായണം തമ്മിൽ മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. ഖിറാഅത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ ഖുർആൻ ഓതിയാൽ ഖിറാഅത്ത് എന്ന് പറയും. തിലാവത്ത് എന്ന് പറയും. തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഓതി, നാളെ ഓതി, മറ്റന്നാൾ ഓതി, തുടരെങ്ങനെ ഓതുന്ന ഓത്തിനാണ് തിലാവത്ത് എന്ന് പറയുന്നത്. തുടരെയുള്ള ഓത്ത്, അതാണ് കൽപ്പന. വഅൻ അത്ലുവൽ ഖുർആൻ, എന്നോടൊന്നും പതിവായി ഖുർആൻ ഓതാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വക പറയല്ല, മുഫസ്സിറുകൾ അങ്ങനെയാ പറഞ്ഞത്. തിലാവത്തു ഖിറാഅത്തുൽ ഖുർആനി മുതതാബിഅ ഖദ്റാസതി വൽ ഔറാദിൽ മുവല്ലഫ, വലീഫയായി കൊണ്ട് നടക്കുന്ന ദിക്ർ എന്നും ചൊല്ലുന്നതല്ലേ, എന്നും പഠനം എന്നുള്ളത് എന്നും നടക്കുന്നതല്ലേ. ഇതുപോലെ തുടരെ ഖുർആൻ ഓതുന്നതിനാണ് തിലാവത്ത് എന്ന് പറഞ്ഞത്. ആ തിലാവത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഖുർആൻ എന്നും പതിവായി ഓതുമ്പോ അതിലൊരുപാട് രഹസ്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്, ആത്മീയമായ ഒരുപാട് ഉയർച്ച ലഭിക്കാറുണ്ട്. ഖുർആൻ ഓതുന്നവൻ ഖുർആനോട് വലിയ ബഹുമാനം സ്വീകരിക്കണം. ഊരക്കെട്ടിന് താഴെ ഖുർആൻ പിടിച്ചു നടക്കരുത്. പള്ളിയിൽ നിന്ന് അൽ കഹ്ഫിന്റെ ഏടെടുക്കുകയാണെങ്കിലും യാസീന്റെ ഏടെടുക്കുകയാണെങ്കിലും അത് കയ്യിൽ ഉയർത്തി പിടിക്കണം, നെഞ്ചോട് ചേർത്ത് പിടിക്കണം. കുട്ടികൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുമ്പോ പിൻഭാഗത്തെ ബാക്കിൽ ഒരിക്കലും ഖുർആൻ ഇട്ട് പോകരുത്. അത് സൂഉൽ അദബാൻ, മര്യാദക്കേടാണ്. നമ്മളെ പിൻസീറ്റിൽ വെക്കാനുള്ളതാണോ അല്ലാഹുവിന്റെ ഖുർആൻ? അതൊരു അമ്മ ജുസ് ആണെങ്കിലും ശരി, ഒരു തബാറക ജുസ് ആണെങ്കിലും ശരി, ഒരു യാസീൻ സൂറത്ത് മാത്രമാണെങ്കിലും ശരി, കൃത്യമായി അദബ് പാലിക്കണം. യുസ്തഹബ്ബു ലിഖാരിൽ ഖുർആൻ ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതാൻ ശ്രമിക്കണം. അതേ, മൊബൈലുള്ള സ്ഥലത്ത് മൊബൈൽ, മുസ്ഹഫ് ഇല്ലാത്ത സ്ഥലത്ത് മൊബൈൽ നോക്കിക്കോളൂ. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിരുന്നിട്ട് മൊബൈൽ മാതാ നിൽക്കരുത്. ഖുർആൻ എടുത്ത് ഓതണം, ഊരയൊന്ന് ബന്ധിക്കണം, അവിടെ പോയി ഖുർആൻ എടുക്കണം. പാപ്പാര് വഖഫാക്കി വെച്ച ഖുർആൻ ഒരുപാടുണ്ട്, അതെടുത്ത് ഓതാ പിന്നാലെ വരാനാ മലക്കൾ വരുമോ? നമുക്ക് വേണ്ടിയല്ലേ ആ മൗഖൂഫായ കിതാബുകളൊക്കെ, അതെടുത്തങ്ങ് ഓതണം. ഖുർആനിൽ നോക്കി അൽ കഹ്ഫ് ഓതുന്നതും അൽ കഹ്ഫിന്റെ ഏടിൽ നോക്കി ഓതുന്നതും വ്യത്യാസമുണ്ട്. മറ്റേത് ഖുർആൻ മുഴുവനും പിടിച്ചതിന്റെ കൂലിയുണ്ട്, മറ്റേത് അൽ കഹ്ഫിന്റെ ഏട് പിടിച്ച കൂലി മാത്രമേ ഉള്ളൂ. ഏതാ കൂടുതൽ വേണ്ടത്? അത് നോക്കി സ്വീകരിക്കണം, ആ വിഷയങ്ങൾ സ്വീകരിക്കണം. കിട്ടാത്ത അവസ്ഥയിൽ ഏടും നോക്കിയിട്ട് അൽ കഹ്ഫ് ഓതണം, എന്നാലും ഓതാതിരിക്കരുത്. സൗകര്യത്തിന് വേണ്ടി വെച്ചതാണ്. ആ ഖുർആൻ ഓതുമ്പോ ഓത്തുകൊണ്ട് പരമാവധി ഉറക്കയാക്കണം. സഹോദരിമാര്, അതിനൊരു പരിധിയുണ്ട്, ആ പരിധിയിൽ ഓതണം. അവിടെ മഹാന്മാര് പറഞ്ഞത് കണ്ടോ, ഓത്തിനോട് അനുബന്ധമായി കൈ അങ്ങനെ വെക്കണം. ഓതുമ്പോ കൈവച്ചങ്ങനെ ഓതണം. ഈ ഇബാറത്ത് കണ്ടപ്പോ എനിക്ക് 4ാം ക്ലാസ്സിലെ ഉസ്താദിനെ ഓർമ്മ വന്ന്. ആ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മളെ പഠിപ്പിച്ച 4ാം ക്ലാസ്സിലെ ഉസ്താദ് വിരല് വെച്ചില്ലെങ്കിൽ ഒരു അടിയുണ്ടാവും. അപ്പൊ ഞാൻ മനസ്സിലാക്കി, തഫ്സീർ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കി ആ ഉസ്താദ് അടിച്ച് നല്ലതിന്. കാരണം ഈ സുന്നത്തുൽ കാത്തിലെ അടി കുഴപ്പമൊന്നുമില്ല. വിരല് വെച്ചങ്ങനെ ഓതണം, അങ്ങനല്ലേ പഴയ വിരല് വെച്ചങ്ങനെ ഓതണം, അത് സുന്നത്താ. വിരല് വെച്ചങ്ങനെ ഓതണം. എന്തിനാ വിരല് വെക്കുന്നത്? നമ്മളെ വിരലിന് ഖുർആനിൽ തൊട്ടിട്ട് ഒരു കാര്യം കിട്ടിക്കൊണ്ടിരുന്നത്. അല്ല, നമ്മളെ വലിയ പരിശുദ്ധമായ ഖുർആൻ ഘട്ടം കിട്ടാനല്ല, ഖുർആനിൽ തൊട്ടതുകൊണ്ട് നമ്മളെ കൈ നന്നായിക്കൊണ്ടേ എഴുതിയിട്ടാ. നാവ് നോക്കി ഓതണം എന്ന് പറഞ്ഞാൽ നോട്ടം. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ, തലച്ചോറടക്കം അതിന്റെ പ്രകാശ കിരണങ്ങൾ
എന്നും അങ്ങനെ ഒരിക്കലും മന്ദബുദ്ധി വരാതെ, ഒരിക്കലും ചെന്നിക്കുത്തിന്റെ രോഗം വരാതെ അവസാന സമയം വരെ ക്ലിയറായ ബുദ്ധി വേണം. നോക്കണമെന്ന് പറഞ്ഞ എന്തിനാ? കാഴ്ച കൊണ്ടെടുക്കും കുറയാതെ കിട്ടണം. ഖുർആനിൽ നോക്കി ഓതണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അതിവിടെ വിശദീകരിച്ചിട്ട് ഞാൻ ഇബാറത്ത് വായിക്കുന്നില്ല. എവിടെ ഖുർആൻ ഓതുന്നോ അവിടെ മണത്ത് ചൂര് പിടിച്ച് എത്തുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ അവിടെ വന്ന് തപസ്സിരിക്കുന്നുണ്ട്. ആ ഖുർആൻ കഴിഞ്ഞിട്ട് അയാൾ എണീറ്റ് പോകുമ്പോ മലക്കുകൾ സന്തോഷം പറയുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതാൻ മറക്കരുത്. ഓരോ മാസവും കൃത്യമായ ഒരു ഖത്മ് പൂർത്തിയാക്കണം. മഹാന്മാർ ഒരു മാസത്തിൽ എത്ര ഖത്മ് പൂർത്തിയാക്കി? ഒരു ജുസ് അല്ലേ ഓതേണ്ടത്? ഒറ്റയടിക്കിരുന്ന് ഓതാ നേരമില്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഭാഗിച്ചോളൂ, അല്ലെങ്കിൽ നിസ്കാരങ്ങൾക്ക് ശേഷമായി ഭാഗിച്ചോളൂ. 24 മണിക്കൂർ സമയം വന്നിട്ട് അള്ളാന്റെ കലാമിൽ നിന്ന് ഒരു ജുസ് ഓതാൻ ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ ചെലവാക്കാനില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യക്കേടാ. അതുകൊണ്ട് ഖുർആനോത്ത് പതിവാക്കണം. ഓതിയിട്ട് നേട്ടം കിട്ടണം. കൂട്ടത്തിൽ പറയട്ടെ, ഖുർആനിൽ ഒരുപാട് സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം മൊത്തം ഖുർആനല്ലേ. മഹാന്മാരെ മദ്ഹ് ഖുർആനിലുണ്ട്. ആരെ കുറിച്ച് ഖുർആനിൽ വസ്ഫ് നന്നാക്കി പറഞ്ഞോ അതൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കാനുള്ളതാണ്. മോശമാക്കി പറഞ്ഞോ കൈയൊഴിക്കാനുള്ളതാ. അങ്ങനെ ഖുർആൻ പഠിക്കുകയും ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ അവനൊരു സമ്പൂർണ്ണ മനുഷ്യനാണ്. 3 എണ്ണമാണ് ഇവിടെ കൽപ്പിച്ചത്. ആ 3 എണ്ണം കൊണ്ട് ഹിദായത്ത് ലഭിക്കും. ഏതാ 3 എണ്ണം? ഒന്ന് ഇബാദത്ത്, എല്ലാ ഇബാദത്തും മൊത്തത്തിൽ പറഞ്ഞു. മറ്റൊന്ന് ഇസ്ലാമും ശരിക്കും മുറുകെ പിടിച്ച് ഇസ്ലാമിന്റെ ശിആറുകൾ വെളിവാക്കി ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ഒരു കുറവും കാണിക്കാതെ ഇസ്ലാമിനെ വെളിവാക്കി ജീവിക്കണം. മൂന്നാമത്തത് ഖുർആനോത്താ. 3ഉം കൊണ്ട് നടക്കുന്നവൻ വിജയിക്കുന്നവനാണ്. ആ വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.